റൂബി കോട്ടണിലാണ് വരുന്നത്. വീനെക്കില് പേളിൽ ചെയ്ത വർക്കാണ്, കല്ലി ഫ്ലെയറിൽ ചെയ്താണ്. ഇത് ടസ്കിൻ സിൽക്ക് എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയൽ ആണ്. ഇതിന്റെ ഇത് ഹാൻഡ് പെയിന്റ് ചെയ്തേക്കണം. അതിന്റെ ഒറിജിനൽ കലങ്കാരിയാണ് ഇത്. അതായത് ഇവിടെ സ്റ്റിച്ചിങ് കട്ടിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എറണാകുളത്ത് 250 മുതൽ വരുന്നുണ്ട്, ഇവിടെ 330 മുതലാണ്. നമ്മളിപ്പോ ഉള്ളത് ദി ബിഗ്ഗസ്റ്റ് മാർക്കറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ചൈനീസ് കോളറിൽ അതിൽ സെൽഫ് ബൂട്ട വർക്കാണ്. ഇവിടെ ഒരു പ്ലേറ്റ് കൊടുത്തിട്ട്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് ദി ബിഗ്ഗസ്റ്റ് മാർക്കറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. കോഴിക്കോടാണ് കേട്ടോ. അപ്പൊ ഈ കാണുന്നത് മൊത്തം സെഞ്ചുറി എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കറ്റാണ്. 4 ബിൽഡിംഗ് ഉണ്ട് കേട്ടോ സെഞ്ചുറി എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മൾ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് സെഞ്ചുറി മോളിലേക്കാണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് ഫ്ലോറിലേക്കാണ് പോകേണ്ടത്. കുറച്ചുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ വരൂ. അപ്പോൾ സെഞ്ചുറി വലിയൊരു ബിഗിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് ഫുൾ ഹോൾസെയിൽ മാർക്കറ്റാണ് കേട്ടോ. മൊത്തം നമുക്ക് A to Z എല്ലാ ഐറ്റംസ് കിട്ടും. ഹോൾസെയിൽ മാത്രമാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത് ഐറ്റംസ്. വരും. കുറച്ചുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് കോഴിക്കോട് ന്യൂ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അതിൻ്റെ തൊട്ട് അടുത്തുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ. ഈ കാണുന്ന ബിൽഡിങ്ങിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. സെക്കൻഡ് ഫ്ലോറിലേക്കാണ്. മൊത്തം കുർത്തീസാണ്. കുർത്തീസിൻ്റെ മാനുഫാക്ചർ, അവരുടെ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലം. പിന്നെ ഇവർക്ക് എറണാകുളത്തും ഉണ്ട് കേട്ടോ ഒരു ഷോപ്പ്. എറണാകുളത്ത് കൂടാണ്ട് ഇവിടെ കോഴിക്കോടും ഉണ്ട്. ഇത് ഫുൾ ഹോൾസെയിൽ മാർക്കറ്റാണ്. കുർത്തീസ് മാത്രം. വരും. ദേവകന്യ. അപ്പോൾ നമ്മൾ ദേവകന്യയിലേക്കാണ് വന്നിരിക്കുന്നത്. കുറച്ചുകൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ B210 ആണ് കേട്ടോ ഷോപ്പ് നമ്പർ വരുന്നത്. അടിപൊളി കുർത്തീസൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ കുറേ നല്ല വെറൈറ്റീസ് ഇനിയും കാണാൻ കേൾക്കുന്നുണ്ട്. എവിടെ? അകത്ത്. വരൂ. അപ്പോൾ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള ഒരു സ്പേസ്. ഹായ്, എന്താണ് ഒരു മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്? സുഖാണോ? ഒരു മൈക്കിന്റെ ഒരു സംഭവം, അത് കെയർ ചെയ്യണ്ട. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ സ്വാഗതം ചെയ്യാണ്. പേര് അനിത. നമ്മുടെ ദേവകന്യയിലത്തെ ഓണറാണ്. നമുക്ക് എറണാകുളത്തും ഉണ്ട്. ഞാൻ പാർക്കിംഗിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത് അല്ലേ? അപ്പൊ എറണാകുളത്തും ഇവിടെയും സെയിം തന്നെയാണോ വരുന്നത്? അതെ. കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ കുറച്ച് ടേസ്റ്റ് വ്യത്യാസം ഉള്ളതുകൊണ്ട് കുറച്ച് ടേസ്റ്റ് വ്യത്യാസത്തിൽ ഇവിടെ ചെയ്യുന്നുണ്ട്. കോഴിക്കോട് ടേസ്റ്റ് എറണാകുളം ടേസ്റ്റ് ആണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ചെയ്യണതെന്ന് പറയുമ്പോ നിങ്ങളുടെ ഓൺ മാനുഫാക്ചറിംഗ് ആണ് അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് എന്താണ് കിട്ടുന്നത്? ഈ ദേവകന്യ, അനിതയും ദേവകന്യ തമ്മിൽ അമ്മയുടെ പേരാണ് ദേവകി എന്നുള്ള പേരിൽ ഞങ്ങളത് മാറ്റിയിട്ട് ദേവകന്യ എന്നാക്കിയതാണ്. ഓക്കെ. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് എന്തായിട്ട് കോട്ടൺ കുർത്തീസ്, നമുക്ക് സ്ലിറ്റ് കുർത്തീസ് ആണ് അധികം ഇവിടെ ഉള്ളത്. കോഴിക്കോട് മാർക്കറ്റിൽ കിട്ടാത്ത ഒന്നാണ് സ്ലിറ്റ് കുർത്തീസ്. അത് നമ്മൾ മെയിൻ ആയിട്ട് സ്ലിറ്റ് കുർത്തീസ് ആണ് ഇവിടെ ചെയ്യുന്നത് മെയിൻ ആയിട്ട്. അംബ്രേല ഇതൊക്കെ ഇവിടെ ഉണ്ട്. അംബ്രല എറണാകുളത്തും ഉണ്ടല്ലോ. ഓക്കെ. അപ്പൊ നമുക്ക് ഓരോന്നോരോന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ. എങ്ങനെയൊക്കെയാണ് പിന്നെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വിശാലമായിട്ട് പറയാം കേട്ടോ. അപ്പൊ എവിടെ നിന്ന് തുടങ്ങട്ടെ? ഫുൾ കാണുന്നത് മൊത്തം കുർത്തീസ്. ഫസ്റ്റ് തന്നെ അടിപൊളി ഒരു സംഭവം. ഇത് ഫുൾ ത്രെഡ് വർക്കിലാണ് വന്നിരിക്കുന്നത്. അതെ. ഇപ്പോഴത്തെ ഒരു കളറ് ഇതാണ്. ഈ ഒരു കളറിലാണ് ഇപ്പൊ കൂടുതൽ മൂവിങ് ആയിട്ട് പോകുന്ന ഐറ്റംസ് അല്ലേ? ഫുൾ എംബ്രോയിഡറി വർക്കാണ് ഇത്. ഇത് കോട്ടച്ചെക്കില് ഫ്രണ്ട് പോർഷൻ ഫുൾ എംബ്രോയിഡറിയില് ചെറിയൊരു ഹക്കോബെ പോലെ വർക്കൊക്കെ കാണും കേട്ടോ. അതില് ചെറുതായിട്ട് ആ സെയിം ഇതിൽ തന്നെ നമുക്ക് പാച്ച് വർക്ക് സ്ലീവിലും കൊടുത്തിട്ടുണ്ട്. ലെങ്ത് ഒക്കെ വരുമ്പോൾ നമുക്ക് 46 ലെങ്ത് ആണ് വന്നത്. എല്ലാത്തിനും 46. പിന്നെ നല്ല ലൈനിങ് ഒക്കെ ഇട്ടേക്കണ ഏറ്റവും കൂടിയ ലൈനിങ്ങിലൊക്കെയാണ് നമ്മൾ കുർത്തി ചെയ്യുന്നത് അല്ലേ? ഇപ്പൊ എങ്ങനെയാ അവിടെയും ഇവിടെയും എങ്ങനെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? അവിടെ ഞാൻ പറഞ്ഞു അവിടെ ഒരു 8 യൂണിറ്റ് വരെ ഉണ്ട്. ഇവിടെ ഒരു യൂണിറ്റാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. കാരണം അവിടുന്ന് ഡെയിലി ഇന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇവിടെ സാധനം എത്തും. അത്ര അപ്പൊ ഇതിന്റെ എത്ര കളർ ചേഞ്ചസ് വരുന്നുണ്ട്? ഇത്രയും കളേഴ്സ് വരുന്നുണ്ട് അല്ലേ? ഈ 4 കളർ ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പൊ ഈ 4 കളർ കാണിക്കുമ്പോ ഈ 4 കളർ മൊത്തം മേടിക്കണം എന്ന് നിർബന്ധമാണ്. ഞങ്ങൾ M2 XXL ആണ് സൈസ് വരുന്നത്. ചിലതിൽ L2 XXL വരും. അപ്പൊ ഒരു സെറ്റ് ബൈസ് ആയിട്ട് തന്നെ വാങ്ങണം. അല്ലാണ്ട് അതിന്റെ അകത്ത് L എടുക്കാൻ പറ്റില്ല, M എടുക്കാൻ പറ്റില്ല. അതല്ലാണ്ട് ഈ കളർ അങ്ങനെ 4 കളർ ഇല്ല. അത് കസ്റ്റമർ ഇഷ്ടത്തിനനുസരിച്ച് ഈ കളർ ഇഷ്ടമായി ഇതിന്ന് 4 എടുത്താൽ മതി. ഓക്കെ. അപ്പൊ ഈ 4 എണ്ണത്തിന്റെ ഒരു സെറ്റ് മീഡിയം, ലാർജ്, XL, XXL അതൊരു സെറ്റ് ആയിട്ട് അങ്ങനെ എടുക്കണം. അപ്പൊ ഒക്കെ കളർ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ അടിപൊളി കളേഴ്സ് ആണോ? പേസ്റ്റൽ കളേഴ്സിലാണ് ചെയ്തത്. ഇത് പുറത്തുനിന്ന് വരുന്ന മെറ്റീരിയൽ ആണ്. ഇത് എയർലൈൻ ചെയ്തേക്കണേ, ഫ്ലെയർ ടോപ്പ് ആയിട്ട് ചെയ്തേക്കണേ. ഇത് ഭയങ്കര സോഫ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണല്ലോ. നല്ല ഇങ്ങനെ എന്താ പറയാ, ജോർജറ്റിനേക്കാളും ഏറ്റവും ടോപ്പ്. അതെ. നല്ല മെറ്റീരിയൽ ആണ്. പുറത്തുനിന്ന് വരുന്ന മെറ്റീരിയൽ ആണ് ഇത് വരുന്നതല്ലേ? പിന്നെ ഇതില് കൂടെ ലൈനിങ് അടക്കാണ് ചെയ്തിരിക്കുന്നത് അല്ലെ? വർക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ പിടിക്കാം, വെച്ച് നോക്കുമ്പോ ഏതാ ഭംഗിന്ന് അറിയണ്ടേ. ഒക്കെ നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ. പേസ്റ്റലിൽ തന്നെ വരുന്നത്. ഇതില് ഈ കളർ വരുന്നുണ്ട്. ഈ പിന്നെ വരുന്ന കളേഴ്സ് ഈ ഒരു കളർ ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ സെയിം നമുക്ക് എറണാകുളത്ത് പോയി അവിടെയും കിട്ടും. അത് കൂടാണ്ട് നമുക്ക് ഇവിടെ കോഴിക്കോട് വരാണെങ്കിൽ കോഴിക്കോടും
നമുക്ക് ഇതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമുക്ക് നിങ്ങൾക്ക് എങ്ങനെ വേണമെന്ന് വെച്ചാൽ പറയാന്ന് വെച്ചാൽ അവിടേക്ക് കൊറിയർ അയച്ചു തരും ഇല്ലേ, ഏത് പീസ് എത്ര വേണ്ടേ എന്നുള്ളത് ഡീറ്റെയിൽസ്. പക്ഷേ സെറ്റ് ആയിട്ട് വാങ്ങണമെന്ന് മാത്രമല്ല, കാരണം ഇത് ഹോൾസെയിൽ ആണ്. B2B അല്ലെങ്കിൽ B2 നമുക്ക് സാധാരണ റീറ്റെയിൽക്കാർക്ക് അങ്ങനെ പോവുള്ളൂ, ഓൺ പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതിന്റെ കളർ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ 3 കളർ ഓപ്ഷൻസ് ആണ് ഇപ്പൊ ഉള്ളത് കേട്ടോ. ഇനി അടുത്തേക്ക് ഇതൊരു കോട്ടണില് വീനക്ക് വരുന്ന പാറ്റേൺ ആണ് ഈ സംഭവം അല്ലേ. ഇപ്പൊ വീനക്ക് കുറച്ച് ഇപ്പൊ ട്രെൻഡാണ്. ഇതാണ് അതിന്റെ. ഇതവിടെ വെച്ചോട്ടെ. ഇത് സ്ലിറ്റിലാണ് വരുന്നത്. നല്ല ലൈനിങ് ഒക്കെ ഇട്ട് കോട്ടന്റെ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടല്ലേ. സ്ലബിലെ വരുന്നല്ലേ ഇത്? അല്ലല്ല, കോട്ടൺ. സ്ലബ് കോട്ടൺ. സ്ലബ് കോട്ടൺ അല്ല, റൂബി കോട്ടൺ. റൂബി കോട്ടൺ അല്ലേ, ഓക്കെ. റൂബി കോട്ടണിലാണ് വരുന്നത്. വീനെക്കിൽ അതിൽ ഫുൾ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. സ്ലീവ് വരാണെങ്കിൽ 3/4 ആണ്. സ്ലീവിലും കുറച്ച് വർക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ തന്നെ കളർ ചേഞ്ചസ് ആണ് കേട്ടോ. ഇതായത് ഇവിടെ ഇരിക്കുന്നത് മൊത്തം ഇതിന്റെ കളർ ഓപ്ഷൻസ് ആണ്. ഒക്കെ നല്ല അടിപൊളി കളേഴ്സ് ആണ് വരുന്നത്. പിന്നെ ഇതും വീനെക്കിൽ വിചിത്ര സിൽക്കിൽ വരുന്നതാണ്. പ്ലീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ്. അതിൽ പോട്ട്ലി ബാഗ് പോലെ നടുക്കിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ടമ്മിയൊക്കെ ഹൈഡ് ചെയ്യാനായിട്ട് നല്ല ഭംഗിയിൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കളർ ചാർട്ട് നമുക്ക് ഇവിടെ വന്ന് കാണാം. ഇവിടെയാണ് ഇതിന്റെ കളർ ഓപ്ഷൻസ് വരുന്നത്. 4 കളർ ഓപ്ഷൻസ് വരുന്നത്. ഇത് വരുമ്പോൾ നമുക്ക് ഡാർക്ക് ഷെയ്ഡിലാണ് കേട്ടോ ഇതൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ കുർത്തീസിലൊക്കെ എത്ര വരും? 330 മുതലാണ് സ്റ്റാർട്ടിംഗ് വരുന്നത്. എറണാകുളത്ത് 250 മുതൽ വരുന്നുണ്ട്. ഇവിടെ 330 മുതലാണ്. അതെന്താ അങ്ങനെ വ്യത്യാസം? അല്ല, അവിടെ ഓൾറെഡി ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ കുറെ നാളായല്ലോ. എത്ര കൊല്ലായി? അവിടെ തുടങ്ങിയിട്ട് 4 വർഷമായി എറണാകുളത്ത്. ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പൊ ഈ 2 ആഴ്ചയായിട്ടുള്ളൂ ഇവിടെ തുടങ്ങിയിട്ട്. പക്ഷെ 4 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതെ, അല്ല, എനിക്ക് 13 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ എറണാകുളം മാർക്കറ്റിലോട്ട് വന്നിട്ടും 4 വർഷമായിട്ടുള്ളൂ. അതിന് മുന്നേ ഞാൻ വേറെ സ്ഥലത്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. മാർക്കറ്റിൽ വന്നിട്ട് 13 വർഷത്തെ എക്സ്പീരിയൻസ്. മാർക്കറ്റിൽ വന്നിട്ട് 4 കൊല്ലമായിട്ട്. അതിന് മുന്നേ എക്സ്പീരിയൻസ് ഉണ്ട്. 13 കൊല്ലത്തെ എക്സ്പീരിയൻസ്, ഒരു 8-9 യൂണിറ്റും വലിയ സംഭവങ്ങളൊക്കെ പറയണത്. പക്ഷെ നമ്മൾ ഇവിടെ കോഴിക്കോടിൽ ഇത്ര ഒരു ചെറിയ കട കിട്ടാന്ന് തന്നെ പറയാൻ സംഭവമല്ല. അപ്പൊ നിങ്ങൾക്ക് വെയർ ഹൗസ് കാര്യങ്ങളൊക്കെ വേറെ സ്ഥലത്തായിരിക്കണത്. മാർക്കറ്റ് ഒക്കെ പറയുമ്പോൾ അത് എറണാകുളം മാർക്കറ്റ് ആയാലും ശരി, ഇവിടുത്തെ മാർക്കറ്റ് ആയാലും ശരി, ചെറിയ കട കിട്ടാന്ന് തന്നെ പറയാൻ. അവിടേക്ക് എത്ര സ്ക്വയർ ഫീറ്റിന്റെ? എറണാകുളത്ത് 3700 സ്ക്വയർ ഫീറ്റ് ആണ് എറണാകുളത്തുള്ള ഷോപ്പ് അല്ലേ. നമുക്കൊരു ദിവസം അവിടേക്കൊക്കെ പോകണം കാണാനായിട്ട്. ഫുൾ അത്രയും സ്പേസിൽ തന്നെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, യൂണിറ്റും കാണാൻ പോകണം എന്തായാലും. അപ്പൊ ഇത് ഇനി അടുത്ത കളക്ഷൻ നോക്കാം. കലങ്കാരി. ഇത് ഒറിജിനൽ കലങ്കാരിയാണ്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് കലങ്കാരി ഇറങ്ങാറുണ്ട്. ഇത് ഒറിജിനൽ ആണ് ഈ കലങ്കാരി. അതിന്റെ സോഫ്റ്റ്നെസ് നമുക്ക് പിടിക്കുമ്പോ അറിയാം. മറ്റേത് പറയുമ്പോ കുറച്ച് സ്റ്റിഫ് ആയിട്ട് നിൽക്കും ഡ്യൂപ്ലി ആണെങ്കിൽ. ഇതെന്ന് പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഒറിജിനൽ വരുമ്പോ കേട്ടോ. അതിലിപ്പോ ഈ നിങ്ങൾ ചെയ്യുന്ന ഈ വർക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇതും നിങ്ങൾ ഹാൻഡ് വർക്കാണ്. ഞങ്ങൾ ഓൺ പ്രൊഡക്ഷൻ ആണ്. ഓൺ യൂണിറ്റിൽ നിന്ന് തന്നെ ചെയ്യുന്നതാണ് ഇത് ഫുൾ വർക്ക് നിങ്ങൾ തന്നെ. ഇതിനൊക്കെ എത്ര കളേഴ്സ് വരുന്നുണ്ട്? ഇതല്ലേ 4 കളേഴ്സ് ഉണ്ട്. 4 കളർ ഓപ്ഷൻ. അപ്പൊ ഏതെടുത്താലും അതിൽ നമുക്കൊരു 4 കളർ ഷെയ്ഡ് നമുക്ക് എന്തായാലും ഉണ്ടാവും. ഏത് പാറ്റേൺ എടുത്താലും അതിലൊരു 4 കളർ ഉണ്ടാവും. പക്ഷെ ഇഷ്ടമുള്ള കളർ മാത്രം ചൂസ് ചെയ്താൽ മതി. എല്ലാം എടുക്കണം എന്ന് നിർബന്ധമില്ല. പിന്നെ മീഡിയം, ലാർജ്, XL, XXL കൂടാണ്ട് പ്ലസ് സൈസുകാർക്ക് L2 XXL വേറെ വരുന്നുണ്ട്. പിന്നെ 2 5XL വരുന്നുണ്ട്. ഓക്കെ. ഇതൊരു വീനെക്കില് റോസ് ഗോൾഡ് വെച്ചിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്ത്, റോസ് ഗോൾഡിന്റെ ത്രെഡ് ആണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സെയിം ആ ഒരു പാച്ച് വർക്ക് നമുക്ക് സ്ലീവിലും കൊടുത്തിട്ടുണ്ട്. ഇതിലും ഒരുപാട് കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇതിന്റെ കളർ ഓപ്ഷൻസ്. ഇതാ ഇത്രയും ഒക്കെ നല്ല അടിപൊളി കളേഴ്സാണ് വരുന്നത് കേട്ടോ. കണ്ടോ, വയലറ്റ്, അതുപോലെ ബ്ലൂ, ഇതൊക്കെ നല്ല കളർ ഷെയ്ഡ്സ് ആണ് ഇതിൻ്റെ വരുന്നത്. ഇതിൻ്റെ വർക്ക് ഉണ്ടോ നല്ല ഭംഗി ഫൈൻ ഫിനിഷിനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഒരുപാട് കളേഴ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വീനക്കാണ് ഇപ്പോഴത്തെ ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് നമുക്ക് വെറൈറ്റി വരുന്നത്? ഇതാ ഇത്രയും കളേഴ്സിലെ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഇതൊരു ഹാൻഡ് വർക്കാണ്. ഇത് ഫുൾ പേളിൽ ചെയ്ത വർക്കാണ്. കല്ലി പ്ലെയറിൽ ചെയ്താണ്. ഇത് പാനൽ വർക്ക്. ഇത് 8 പാനൽ വെച്ചിട്ട് ചെയ്യണതാണ് കേട്ടോ. അതിൽ ഫുൾ സ്ലീവിലും അതുപോലെ തന്നെ യോക്കിലും പേൾ വർക്ക് വന്നിട്ടുണ്ട്. ഇത് പ്ലെയിൻ ആയിരിക്കും. ഇതിലിപ്പോ കളർ ഓപ്ഷൻസ് കളേഴ്സ് ഉണ്ട്. ഉണ്ട്. അത് അപ്പുറത്തെ സൈഡാണ് കേട്ടോ. ഇവർക്ക് ഈ സൈഡും അപ്പുറത്തെ സൈഡും വരുന്നുണ്ട്. എൻട്രൻസും അങ്ങനെ തന്നെയല്ലേ, 2 സൈഡിൽ കൂടി എൻട്രൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലത്തെ എൻട്രൻസ് നോക്കുകയാണെങ്കിൽ ഇത് ഇവിടെ നിന്നാണ് എൻട്രൻസ് വരുന്നത്. ഇത് കൂടാണ്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡും എൻട്രൻസ് വരുന്നുണ്ട്. കുറച്ചുകൂടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഒരു സൈഡും കൂടിയും എൻട്രൻസ് വരുന്നുണ്ട് അവിടെ അപ്പുറത്തെ സൈഡ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഇത് ജോർജറ്റിന്റെ ഒരു പ്ലീറ്റഡ്
നെറ്റിന്റെ പാച്ച് വർക്ക് അതെ, ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് അതിൽ സ്ലീവിൽ ഇങ്ങനെ സെയിം അതിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു എ ലൈൻ കുർത്തി ആ ഒരു മോഡലാണ് വരുന്നത്. പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ കാണിക്കാൻ. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. ഇത് ഹാൻഡ് പെയിന്റ് ചെയ്താണ്, ഹാൻഡ് പെയിന്റ് ചെയ്തിട്ടുള്ള വർക്കാണ്. ചേട്ടനോട് ഒന്ന് എടുത്ത് തരും, ഞങ്ങൾക്ക് എത്തില്ല. ചേട്ടനോട് പറഞ്ഞിട്ട് നമുക്ക് എടുപ്പിക്കാം. കണ്ടോ അടിപൊളി സാധനങ്ങൾ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരെണ്ണം എടുത്താൽ നല്ല അടിപൊളി, വാവ് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഇത് ഫുൾ ഹാൻഡ് വർക്ക്. ഇത് ടസ്കിൻ സിൽക്ക് എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയലാണ്. ഇതിന്റെ ഇത് ഹാൻഡ് പെയിന്റ് ചെയ്തേക്കണം. അതിന്റെ മുകളിൽ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്, ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട്, മിഷൻ എംബ്രോയിഡറിയും കൂടി ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് കയറ്റി ചെയ്യുന്നത്. ഇതില് പിന്നെ മിറർ വർക്കും ഉണ്ട് കേട്ടോ. മിറർ ഒറിജിനൽ ആണ്. അതിന്റെ കളർ ഓപ്ഷൻസ് ആണ് ഈ വരുന്നത് കേട്ടോ. ഇത് പിങ്ക്, ഇതാണെങ്കിൽ വേറെ പിങ്ക് ആണ് കേട്ടോ. രണ്ടും പിങ്ക് തന്നെയാണ്, ഒരു ഡിഫറെന്റ് ഇതില്. പിന്നെ ഒക്കെ അടിപൊളി ഷെയ്ഡ്സ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ മെറ്റീരിയൽ പറയുമ്പോൾ എന്ത് സിൽക്ക് എന്ന് പറഞ്ഞാൽ ടസ്കിൻ സിൽക്ക് അല്ലേ. കുറച്ച് പാർട്ടി വെയറിലൊക്കെ ചെറിയ ചെറിയ ബൂട്ട വർക്ക് ഇതൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെ ഒരു കളക്ഷനാണ് വരുന്നത്. ഇതൊന്ന് വെച്ച് നോക്കട്ടെ. എന്തായാലും ഇവിടെ മിറർ ഉള്ളതല്ല, അല്ല കളറും നന്നായിട്ടുണ്ട്. ഇതൊരു ബോട്ടം ടോപ്പും കൂടിയാണ്. ടു പീസിൽ ഓർഗൻസ മെറ്റീരിയലാണ് ഇത് വരുന്നത്. ഇതിന്റെ ബോട്ടം സെയിം മെറ്റീരിയൽ, ലൈനിങ് ബോട്ടത്തിൽ ലൈൻ ഇട്ടിട്ടുണ്ട്. ഇതിന് നല്ല ലൈനിങ് വെച്ചിട്ട് ലോങ് ടോപ്പ് ആയിട്ട് കണ്ടോ ഒരു എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. അതിന്റെ കളർ ഇത്ര കളേഴ്സ് വരുന്നുണ്ട് അല്ലേ. ഇത് 4 അപ്പൊ നമ്മൾ ഏതെടുക്കായാലും അതിൽ നിന്ന് ഒരു 4 ഷെയ്ഡ് എന്തായാലും ഉറപ്പായിട്ട് നമുക്ക് എത്ര കളർ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏത് കളർ, ഏതൊരു പാറ്റേൺ എടുത്താലും അതിൽ ഡെഫിനറ്റ്ലി ഒരു 4 കളർ ഓപ്ഷൻ എന്തായാലും ഉണ്ടാവും കേട്ടോ. ഇതില് യോക്കിൽ അങ്ങനെ പ്രത്യേകിച്ച് വർക്കില്ല, പക്ഷെ സ്ലീവിലാണ് ഇതിന്റെ വർക്ക് ഫുള്ള് വന്നിരിക്കുന്നത്. അജറക്കിന്റെ പാനൽ കട്ട്, അതിലും 4 പാനലായിട്ട് അങ്ങനെ ഫ്രണ്ടിൽ 4 ബാക്കിൽ 4 പാനൽ വർക്ക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അജ്രക്കിൻ്റെ. പിന്നെ ഇതില് യോക്കില് ലൈനിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അടിയിലേക്ക് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ സെയിം മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് പാൻറ്റിൽ വർക്ക് വന്നിരിക്കുന്നത്. 2 പീസിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് സിംഗിൾ കുർത്തിയും 2 പീസും 3 പീസും വരുന്നുണ്ട്. ദുപ്പട്ട അടക്കം ദുപ്പട്ടയുടെ കാര്യം പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു പോയതാ. ഞാൻ ഇട്ടിരിക്കുന്ന 3 പീസ് തന്നെയാണ്. ഇത് ഇവരുടെ ഓൺ തന്നെയാണ് കേട്ടോ. കോട്ട ചെക്ക് മെറ്റീരിയൽ തന്നെയാണ്. ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ടയിൽ ഇതുപോലെ തന്നെ ഫുൾ വർക്ക് ആയിട്ടാണ്. കോട്ട ചെക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതിലും കളർ ഓപ്ഷൻസ്, 4 കളേഴ്സ് ഉണ്ട് ഇതിലല്ലേ. ഓക്കെ, 4 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ 4 ഷെയ്ഡ്സ് നമുക്ക് എറണാകുളത്തും പോയാലും കിട്ടും. ഇപ്പോൾ ഈ കാണിക്കുന്ന ഏത് മോഡൽ ഇപ്പം നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണണമെങ്കിൽ നേരിട്ട് വന്ന്, കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് എളുപ്പമുണ്ടെങ്കിൽ അവിടേക്ക് വരാം, അല്ലെങ്കിൽ എറണാകുളത്തേക്ക് വരാം. ഏതാ നിങ്ങൾക്ക് എളുപ്പം എന്ന് വെച്ചാൽ അവിടെ 2 സ്ഥലത്തെന്ന് പറയുമ്പോൾ ഹോൾസെയിൽ മാർക്കറ്റ് തന്നെയാണ്. പിന്നെ കുറച്ചുകൂടി എളുപ്പത്തിൽ സമയം പറയുകയാണെങ്കിൽ എപ്പോൾ വരണം, എങ്ങനെയാണെന്ന് ഷോപ്പിന്റെ സമയം? ഇവിടെ കോഴിക്കോട് 9 മണി തൊട്ട് രാത്രി 7 മണി വരെ. ഓക്കെ. എറണാകുളത്ത് 9 മണി തൊട്ട് 7 വരെ. ഓക്കെ. സൺഡേ ഓപ്പൺ ആണ്. സീസൺ ടൈം മാത്രമാണ് സൺഡേ ഓപ്പൺ. അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് ഉണ്ടാവില്ല. സൺഡേ മൊത്തം അവിടെ ആയാലും ഇവിടെ ആയാലും ഓപ്പൺ അല്ല. പിന്നെ വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്. വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചിട്ട് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നമുക്ക് ഈ ഇന്ത്യയുടെ ഉള്ളിലുള്ള കളി മാത്രമുള്ള പുറത്തും കൊടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ പ്രശ്നമില്ല. ഓക്കെ. ഇത് ചിനോൻ ഫാബ്രിക്, ചിനോൻ സിൽക്ക് എന്ന് പറയും. അത് സിൽക്ക് ഫാബ്രിക് ആണ്. ഇത് ചിനോൻ സിൽക്ക്. ഇത് അതിപ്പോഴത്തെ ട്രെൻഡാണ്. ചിനോൺ ഫാബ്രിക് ഇപ്പോഴത്തെ ട്രെൻഡിൽ കളിച്ചോണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇതിൽ തന്നെ കളർ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇതൊരെണ്ണം 4 കളർ ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം മറൂൺ വരുന്നുണ്ട്, ബ്ലാക്ക്, പിന്നെ ഈ ഒരു ബ്ലൂ ഷെയ്ഡ്, പിന്നെ ആ ഒരു യെല്ലോ ഷെയ്ഡ്, അങ്ങനെ 4 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ചിനോൺ ഫാബ്രിക്കിലാണ് കേട്ടോ. പിന്നെ വരുന്നത് 2 പീസാണ്. അജ്രക്കിന്റെ 2 പീസ്. അജ്രക്കില് 2 പീസിന്റെ ഒരു പീസാണിത്. ദുപ്പട്ട എടുക്കണ്ടല്ലേ. ഇതിന് ഹാൻഡ് വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അനാർക്കലി സ്റ്റൈലിലാണ് കേട്ടോ. പാനൽ വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. പാന്റ് വിത്ത് ദുപ്പട്ട വരുന്നത് മൽമൽ കോട്ടന്റെ ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത്. അജറക്കിന്റെ ടോപ്പ് ബോട്ടം വരുന്നതും സെയിം തന്നെയല്ലേ. ഹാൻഡ് വർക്ക് ഉണ്ട്, ചെറുതായിട്ട് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബോട്ടം ഇങ്ങനെ. ഇതിന്റെ കളർ ഓപ്ഷൻസ് വരുമ്പോൾ ഇതിലിപ്പോ 2 കളർ, ഇത് മുകളിൽ അല്ലേ. ഇത് ഇത്ര കളർ ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എല്ലാം കളർ എടുക്കണം എന്ന് നിർബന്ധം ഇല്ല. ഏതെങ്കിലും ഒരു കളർ, പക്ഷേ സെറ്റ് ടു സെറ്റാണ് എടുക്കണം. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ. ഇനി എത്ര രൂപയ്ക്ക് മേടിക്കണം, എങ്ങനെ മേടിക്കണം ഒക്കെ നമുക്ക് ഇവിടെ ചോദിക്കേണ്ടി വരും. അത് നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി അല്ലേ. അത് നിങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ മതി, വിളിച്ച് ചോദിച്ചാൽ മതി. അതിൽ ഞാൻ പെടുന്നില്ല. ഇനി ഇത് പ്യുവർ മൽ കോട്ടണിലുള്ള 3 പീസാണ്. കോട്ടണിലല്ലേ 3 പീസിൽ. ഇതിൽ ഫുൾ ഇങ്ങനെ പ്രിന്റ് വന്നിട്ട് ഇവിടെ ലേസ് കൊണ്ടിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നെക്കിന്റെ അടുത്തും സ്ലീവിലും.
ചെറുതായിട്ട് ആ ക്രോഷ്യ വർക്ക് ഇതാ, ഈ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ക്രോഷ്യ വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ആ ഒരു നെക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വർക്ക് സെയിം ക്രോഷ്യയുടെ തന്നെ നമുക്ക് സ്ലീവിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പാൻറ് വിത്ത് ദുപ്പട്ട കോട്ടന്റെ ദുപ്പട്ട കേട്ടോ. 3 പീസിന്റെ കളേഴ്സ് ആണിത്. ബേസ് വരുമ്പോ സെയിം ആ ഒരു വൈറ്റില് അതില് പൂക്കളുടെ കളേഴ്സ് ആണ് കേട്ടോ മാറി മാറി പോണത്. ഇങ്ങനെ ഒരു കളർ ഷെയ്ഡാണ് ഇതിൽ വരുന്നത്. മൊത്തത്തില് നല്ല കളർഫുൾ ആയിട്ടുണ്ട് അല്ലേ? എല്ലായിടത്തും നോക്കുകയാണെങ്കിൽ ഇത് ഇവിടെ ഒക്കെ നിറയെ ഏതെടുത്താലും ഇപ്പം നിങ്ങൾക്ക് 4 കളർ കാണാൻ പറ്റും. ഇപ്പം ഈ ഒരു പാറ്റേൺ ആണെങ്കിൽ ഇതിൽ 4 കളർ ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു പാറ്റേൺ ആണെങ്കിൽ ഇതിൽ 4 കളർ ഓപ്ഷൻ ഉണ്ട്. ഇതിലാണെങ്കിൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് തുണിയിലുള്ള ആലിയ കട്ടാണ്. അതിന് കളർ ആലിയ കട്ട് മോഡൽ അല്ലേ? ഇത് സിംഗിൾ കുർത്തി ആയിട്ട് വരുന്നത്. അതാ സിംഗിൾ അല്ലേ? അതിൽ 4 കളർ ചേട്ടാ. അത് നല്ല അടിപൊളി കളറല്ലോ. ഒരു ഇംഗ്ലീഷ് കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു കളറിൽ വേണമെങ്കിൽ പെടും കേട്ടോ. അത് ഗ്രേ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. പിന്നെ വരുന്നത് മെയിനായിട്ട് ഈ ഫ്രില്ലുള്ളതാണ് കൂടുതൽ അല്ലേ? അതെ അതെ അതെ. അതാകുമ്പോ ടമ്മി ഹൈഡ് ചെയ്ത് നിൽക്കില്ല. മലയാളി പെൺകുട്ടികളുടെ വർക്കാണ്. ഇതും എംബ്രോയിഡറി ചെയ്ത് വരുന്ന അതിന്റെ കളർ ചാർട്ടാണ് ഇതല്ലേ? ഇത് ജോർജറ്റില് യോക്കില് എന്ന് വെച്ചാൽ വയറിന്റെ ഭാഗത്തും പിന്നെ അതുപോലെ സ്ലീവിന്റെ ഭാഗത്താണ് കേട്ടോ. ഇത് താഴെയുണ്ട്. ആ താഴത്തെ പോർഷൻ കണ്ടില്ല കേട്ടോ. താഴത്തും വർക്ക് വരുന്നുണ്ട്. ഇതേ സെയിം തന്നെ കളർ ചാർട്ട് ഇത്ര വരുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തേക്ക് നോക്കുകയാണെങ്കിൽ അടിപൊളി കളറാണ്. ഇടിവെട്ട് കളർ കയ്യിൽ മാത്രം വർക്ക് ചെയ്ത് വരുന്നതാണ്. കിളിപ്പച്ച അല്ലേ? അതെ അതെ. സ്ലീവില് മാത്രം വർക്ക് വരുന്നത്. ഇതിലും ഇതൊരെണ്ണം എടുക്കോ. ഇത് നല്ല അടിപൊളി കളറായിട്ടുണ്ട്. പ്ലെയിൻ ആണ്. അതെ ഇതിന്റെ അല്ല ഇതിന്റെ കളർ ചാർട്ട് ഇത് കണ്ടോ? ഓക്കെ, ഇതിന്റെ കളർ ചാർട്ട് ഇതാണ് കേട്ടോ. ഡാർക്കിൽ വരുന്ന കളേഴ്സ് ആണ്. ഓഫ് വൈറ്റിൽ വരുന്നുണ്ട്. അപ്പൊ കളർ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് വേണമെങ്കിൽ എടുക്കാം. അതിനാണ് ഞാൻ വേറെ കളർ ചാർട്ട്. ഓക്കെ, പിന്നെ ഇത് പ്ലെയിനിൽ വരുന്നത് വെറുതെ ബട്ടൺസ് ആയിട്ട് അതിന്റെ കളർ ചാർട്ട് ഉണ്ട്. ചൈനീസ് കോളറിൽ അതിൽ സെൽഫ് ബൂട്ട വർക്കാണ്. ഇവിടെ ഒരു പ്ലീറ്റഡ് കൊടുത്തിട്ടുണ്ട്. ഓ 2 സൈഡിൽ അല്ലേ? പ്ലീറ്റഡ് ആയിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ തുണിക്ക് അങ്ങനെ നമ്മുടെ ഇത്തിരി തുണി കൂടുതൽ നിൽക്കും. അപ്പൊ കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് ഉടുത്ത് വരുമ്പോ തന്നെ. പിന്നെ ഇതൊക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മൂവിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ക്വാളിറ്റിക്ക് നോക്കുകയാണെങ്കിലും 3/4 ആണ് സ്ലീവ് വരുന്നത്. അതാ സെൽഫ് ബൂട്ടി വരുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ. ഇതിന്റെ തന്നെ കളർ ചാർട്ട് എന്ന് പറയുന്നത് ഇത്ര ഈ 4 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ ഇതില്. ഇനി നോക്കുകയാണെങ്കിൽ ജോർജറ്റില് ഹാൻഡ് വർക്ക് ഉണ്ട്. ചെറിയൊരു പാർട്ടി വെയർ വേണമെങ്കിൽ പെടുത്തോട്ടത്. ഇത് കോളറാണ്. കോളറിൽ തന്നെ ഡബിൾ കോളർ എന്ന് വേണമെങ്കിൽ. അതില് ഫുൾ ഹാൻഡ് വർക്ക് ചെറുതായിട്ട് ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആണ്. ഒരു പാർട്ടി വെയർ ടീനേജുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അതിന്റെ കളർ ചാർട്ടാണ്. ഇതൊരു 6 കളർ ചാർട്ട് ഉണ്ട്. ഇതിൽ തന്നെ സെയിം 6 കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇതിന്റെ കളർ ചാർട്ടാണ് വരുന്നത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 350. അതെ, 330 മുതൽ 1300 വരെ ഉണ്ട്. 1300 റേഞ്ചിന്റെ വരെ ഉണ്ട്. എറണാകുളത്ത് സിൽക്ക് ഉണ്ട്. സിൽക്ക് മെറ്റീരിയൽ അല്ല 3 പീസ് ഉണ്ട്. ബോട്ടം ടോപ്പ് ദുപ്പട്ട അങ്ങനെ 3 പീസിന്റെ സെറ്റ്. ഇനിയിപ്പോൾ അങ്ങനെ വേണ്ട, നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ കോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടുന്ന് നിങ്ങൾ വീഡിയോ കോൾ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരും. ഏത് വേണമെങ്കിലും മിക്സ് മാച്ച് ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ 2 കടയുള്ളത് കൊണ്ട് തന്നെ. അതെ. പിന്നെ വരുന്നത് ഇതൊരു 3 പീസാണ്. ഇപ്പം പെരുന്നാളായതുകൊണ്ട് കോഴിക്കോട് എന്തെങ്കിലും വേണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റൈല് ചെയ്തതാണ്. ഇത് 3 പീസിൽ അതില് ഫുൾ റോസ് ഗോൾഡിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ത്രെഡ് വർക്ക്. അതുപോലെ തന്നെ ദുപ്പട്ട ചെറിയ ഫ്ലവേഴ്സ് കൊടുത്തിട്ട് ചെറിയ ബൂട്ട വർക്ക് ആട്ടോ ഇതിൽ ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. അതിൽ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട്. ഓവറോൾ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ ജിഗ്ജാക്ക് വേണ്ട സിമ്പിൾ ആയിട്ട് അതില് അങ്ങനെ വർക്ക് കൂടുതലുള്ളത് പറഞ്ഞ അങ്ങനെ ചെയ്യിപ്പിച്ചു കൊടുക്കും. എങ്ങനെ വേണേലും പറഞ്ഞ ചെയ്യിപ്പിച്ചില്ലേ. ഇതിനും വിത്ത് ലൈനിങ് വെച്ചിട്ടുള്ള ബോട്ടാണ്. പിന്നെ പോക്കറ്റും വരുന്നുണ്ട്. പോക്കറ്റും വരുന്നുണ്ട്. 1 സൈഡ് പോക്കറ്റ് ഉണ്ട്. ഇത് 4 കളർ ചാർട്ടാണ് അതിന്റെ വരുന്നത്. ഇനി അങ്ങനെ വേണ്ട സിമ്പിളിൽ വേണമെങ്കിൽ സിമ്പിൾ ഉണ്ട്. സാധാ കോട്ടണിൽ വേണമെങ്കിൽ കോട്ടണിലുണ്ട്. ഇത് വർക്കിൽ വേണമെങ്കിൽ വർക്കിലുണ്ട്. എങ്ങനെ വേണമെങ്കിലും ഉണ്ടെന്നല്ലേ? അതെ. ഇതും അതുപോലെ തന്നെ ജോർജറ്റിൽ വരുന്നതാണ്. 3 പീസില് ഇത് ചൈനീസ് കോളറിൽ വെച്ചിട്ട് ദുപ്പട്ടയിലും ഇതുപോലെ തന്നെ എംബ്രോയിഡറി വർക്കിന്റെ
ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓവറോൾ. പിന്നെ ഒരു ചെറിയ സൈഡ് കട്ടിങ്ങിന് കൊടുത്തിട്ട് ഈ ഫുൾ നിങ്ങളുടെ ഫുൾ വർക്ക് നിങ്ങളുടെ തന്നെയല്ലേ? അപ്പൊ നമുക്ക് എന്നാ ഒന്ന് യൂണിറ്റിൽ പോയിട്ട് വന്നാലോ? യൂണിറ്റ് കണ്ടോ, കാരണം പരിചയമായി വരെയൊന്ന് പറയില്ല മാത്രമല്ല, നമുക്കൊന്ന് ഉറപ്പിക്കേണ്ടത് പോയിട്ട് പോവാ നമുക്ക്. എന്നാ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ തിരിച്ചു വന്നിട്ട് ബാക്കി കാണാം, കുറേ ഉണ്ട് ഇനിയും കാണാൻ കിടക്കുന്നുണ്ട്. അപ്പൊ പോവാം. ശരി, വാ. നമ്മളപ്പോ യൂണിറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ യൂണിറ്റിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇവിടെ സ്റ്റിച്ചിങ് കട്ടിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കട്ടിങ് ആണല്ലോ ചെയ്യണത്. കട്ടിങ് ഇത് ഡബിൾ എക്സൽ, ഇത് എവിടെ ഇതിരിക്കുന്നുണ്ട് ഡബിൾ എക്സൽ സൈസ്, ഇത് മീഡിയം. അപ്പൊ ഇങ്ങനെ നിലത്തിട്ടിട്ട് വിശാലമായിട്ട് ഇത് നമ്മൾ അളന്നുകൊണ്ടിരിക്കുക കേട്ടോ, തുണി ഇങ്ങനെ അളന്നുകൊണ്ടിരിക്കുക എത്ര മീറ്റർ, കാരണം ഫുൾ ഇങ്ങനെ വിരിച്ചിട്ടിട്ട് വേണം അവർക്ക് അത് കറക്റ്റ് ഫർമ വെച്ചിട്ട് മുറിച്ചെടുക്കാനുള്ളത്. ഇവിടെയും കുറെ ആൾക്കാർ തയ്ച്ചുകൊണ്ടിരിക്കണ്ടല്ലോ, ഈ ഒരു സെക്ഷനിലും ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇപ്പുറത്തെ സൈഡും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് യൂണിറ്റ് ഒന്ന് കണ്ടാലോ ഫുള്ളായിട്ട്. പിന്നെ എന്താ പറയാ, ഇവിടെ സ്റ്റിച്ചിങ്ങും ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ അലങ്കോലായിട്ട് കിടക്കും. നമ്മുടെ സാധാരണ ഷോറൂം പോലത്തെ ഒരു ഫീൽ കിട്ടില്ല. ഇപ്പുറത്തെ സൈഡും സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ലേറ്റസ്റ്റ് അപ്കമിങ് ഡിസൈൻസ് ആണല്ലോ ചെയ്തോണ്ടിരിക്കുന്നത്. വിഷുവിന്റെ കുറച്ച് ഡിസൈൻസ്, അത് കൂടാണ്ട് വെറൈറ്റി ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഒരു 9 യൂണിറ്റ് ആയിട്ടുണ്ട്. കോഴിക്കോടും എറണാകുളത്തായിട്ടാണ് യൂണിറ്റ് ഉള്ളത്. മാറി മാറി യൂണിറ്റ് അവിടെ ഇവിടെ ഇതൊക്കെ കുറെ സ്റ്റിച്ച് ചെയ്ത് ഇതൊന്നും എടുത്ത് നോക്കാം അല്ലേ? അതെ അതെ, നോക്കിയാലോ. ഇത് ഏതാ മെറ്റീരിയൽ വരുന്നത്? ഇത് കോട്ടൺ, ഇത് കോട്ടണിൽ എംബ്രോയിഡറി ചെയ്ത് വരുന്നതാണ്. വിഷുവിന് സ്പെഷ്യലായിട്ട് ചെയ്തതാണ്. കോട്ടൺ സിൽക്ക് ബ്ലെൻഡ് മെറ്റീരിയൽ ആണ് കേട്ടോ. സിൽക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് കുറച്ച് തിളക്കായിട്ടുള്ള രീതിയിൽ. അതിൽ എംബ്രോയിഡറി വർക്ക്, ഇതൊക്കെ വർക്കൊക്കെ എംബ്രോയിഡറി നിങ്ങൾ തന്നെയാണ്? ഞങ്ങൾ തന്നെ ചെയ്യുന്നത്. എല്ലാം വർക്ക്, ഹാൻഡ് വർക്ക് ഒക്കെ വരുന്നതൊക്കെ മിഷൻ എംബ്രോയിഡറി എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നത്. നിങ്ങളുടെ ഓൺ വർക്കാണ്. അപ്പൊ ഇത് അവിടെ സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിന്റെ കുറെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സെയിം അതിന്റെ കളർ ചാർട്ടാണ്. ഓ, ഇങ്ങോട്ട് കയറാം. ഇവിടെ നല്ല വെളിച്ചുണ്ട്, ഇവിടെ അത്യാവശ്യം ആൾക്കാരും ഉണ്ട്. ബൾക്കായിട്ട് ഇതാ ഇത് കളർ ചേഞ്ചിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. സെയിം മെറ്റീരിയൽ തന്നെ കളർ ചേഞ്ച്. അപ്പോൾ അത്രയധികം പ്രൊഡക്ഷൻ നടക്കുമല്ലോ. ജസ്റ്റ് ഇങ്ങോട്ട് ഒന്ന് നോക്കിയാൽ ഫുൾ ഇങ്ങനെ ഇതൊക്കെ അത്യാവശ്യം. അപ്പോൾ ഒരു ഡേ എത്ര പ്രൊഡക്ഷൻ? B2B ചെയ്യുന്നുണ്ട്, ഹോൾസെയിൽ ടു ഹോൾസെയിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ശബ്ദം, നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ B2B ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് B2B ആണ്, ഹോൾസെയിൽ ടു ഹോൾസെയിൽ ആണ് ചെയ്യുന്നത്. പിന്നെയാണ് ഹോൾസെയിൽ ടു റീറ്റെയിലും ചെയ്യുന്നത്. കോഴിക്കോടാണ് മെയിൻ ഹോൾസെയിൽ ടു റീറ്റെയിൽ ചെയ്യുന്നത്. എറണാകുളം B2B ആണ് ചെയ്യുന്നത്. അപ്പോൾ എറണാകുളം ആണെങ്കിൽ എവിടെയാ ലൊക്കേഷൻ വരുന്നത്? എറണാകുളം കോൺവെന്റ് ജംഗ്ഷനിൽ M-ന്റെ പാർക്കിംഗിന്റെ ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നത് നിങ്ങളുടെ ഷോപ്പ് വരുന്നത്. ഇപ്പൊ കോഴിക്കോട് സെഞ്ചുറി മാളിൽ സെക്കൻഡ് ഫ്ലോറിലാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പൊ ഇതൊരു ഒരു യൂണിറ്റ് മാത്രമേ നമ്മൾ ശരിക്കും കാണിച്ചിട്ടുള്ളൂ. ഇനിയും കുറെ യൂണിറ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ എല്ലാ യൂണിറ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. കാരണം യൂണിറ്റിൽ എന്നിട്ടൊക്കെ ഇത് തന്നെയല്ല നടന്നുകൊണ്ടിരിക്കണത്. ഇവിടെയും ഉണ്ട് കേട്ടോ സ്റ്റിച്ചിങ്, സെയിം ആ ഒരു ഇത് തന്നെയാണ് കേട്ടോ സ്റ്റിച്ചിങ് ചെയ്തുകൊണ്ടിരിക്കണത് ഫുൾ. ഇപ്പൊ ആ ഒരു അപ്കമിങ് ഡിസൈൻസിന്റെ ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു ദിവസമൊക്കെ എത്ര പ്രൊഡക്ഷൻ നടക്കും? 1000 പ്രൊഡക്ഷൻ കൂടുതൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇതിന്റെ കൂടുതൽ കളക്ഷൻസ് നമുക്ക് കാണാൻ വീണ്ടും ഷോപ്പിലേക്ക് പോയാലോ? പോവാ, വരൂ. അപ്പൊ ആളിവിടെ അളന്നുകൊണ്ടിരിക്കട്ടെ, നമുക്ക് ഷോപ്പിലേക്ക് പോവാം. വരൂ. യൂണിറ്റിന്ന് ഇപ്പൊ വന്നു. അപ്പൊ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം നമ്മൾ കാണിച്ചിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 8 യൂണിറ്റ് ഉണ്ട് എനിക്ക്. ശരിക്കും പറഞ്ഞാൽ എല്ലായിടത്തും പോകാനിപ്പോ പറ്റൂലല്ലോ. അതെ, പോയാലും ഇപ്പൊ എന്തിനാ കാണിക്കാനുള്ളത്? ഈ തയ്ക്കലും ആൾക്കാർ ഇരുന്നിട്ട് ഈ പ്രസ്സിങ്ങും കട്ടിങ്ങും ഒക്കെ തന്നെയുള്ള. പക്ഷെ അതിന് ഫൈനൽ ഫിനിഷിങ് കാണുന്ന സ്ഥലം ഇവിടെയാണ് കുറെ ഡിഫറെന്റ് ആയിട്ടുള്ളത് കാണിക്കാൻ പറ്റും. അവിടെ എന്ന് പറയുമ്പോൾ ഒരെണ്ണം മാത്രമല്ല തയ്ക്കണത് കാണിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ ഇനി എന്താണ് ഇവിടുത്തെ വെറൈറ്റി? ഇനി ഇതും നമ്മള് ജോർജറ്റില് ഒരു മിഷൻ വർക്ക് ചെയ്ത് വരുന്ന ഒരു ഐറ്റം അല്ലേ? വി നെക്കിൽ വരുന്ന ഒരു കളക്ഷൻ അല്ലേ? അതിലും കളർ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് മുകളില് കളേഴ്സ്. ഇതൊക്കെയാണ് കളർ ചേഞ്ചസ്. ഇവിടെ നിലത്തേക്ക് ഇടൂ. ഇത് ഇത്രയും കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. വൈറ്റ്, ബ്ലാക്ക് ഒക്കെ അടിപൊളിയാണ് അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് കളർ ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ പിങ്ക് ഉണ്ട്, പിന്നെ ഈ ഒരു കളർ. അങ്ങനെ 4 ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടിപൊളി സാധനം കേട്ടോ. അതെ അതെ അതെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ തന്നെയാണ് മറ്റത് വെച്ച് നോക്കുമ്പോഴേ. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഇത് സ്ലിറ്റില് ഒരു എംബ്രോയിഡറി ചെയ്തിട്ട് സാധാ എംബ്രോയിഡറി ചെയ്ത് ഇതുപോലത്തെ ആൾക്കാർ കസ്റ്റമർക്ക് കുറച്ച് ഹെവി ഇല്ലാത്ത ആൾക്കാർ വരില്ലേ, പക്ഷെ ഇത് നല്ല സൈസ് ഉണ്ടല്ലോ. സൈസ് ഉണ്ട്. ഇത് എക്സൽ ആണ് സൈസ്. പക്ഷെ എക്സൽ ആയാലും നമുക്ക് പിന്നെ ഞങ്ങൾ കുറച്ചിങ്ങനെ സീം ലെങ്ത്തും കുറച്ച് കൂട്ടിയിടാറുണ്ട്. കാരണം സാധാരണ മാർജിൻ കൂട്ടിയിടും. സാധാരണ മാർജിൻ ഉണ്ടാവില്ല, അറ്റത്ത് വെച്ചിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്യുക. പക്ഷെ ഞങ്ങൾ മാർജിൻ നന്നായിട്ട് ഇട്ടിട്ടാണ്. ഇത്രക്ക് മാർജിൻ ഒരു 3/4 ഇഞ്ചെങ്കിലും ഉണ്ട്. അപ്പൊ നമുക്ക് ആവശ്യത്തിന് വണ്ണം വെക്കുകയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടത് പിന്നെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ കളർ ഓപ്ഷൻസ് വരുമ്പോൾ
ഇത്ര കളർ ഓപ്ഷൻസ് ഉണ്ട് ഇതാ. ഇത് നല്ല അടിപൊളി ഷെയ്ഡുള്ള കേട്ടോ. ഈ കാണിച്ച 4 ഷെയ്ഡും അതിന്റെ വർക്കൊക്കെ സെയിം ആയിരിക്കും, പക്ഷെ കളർ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിന്റെയും ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാന്നല്ലേ. പക്ഷെ എല്ലാതും എടുക്കണമെന്ന് നിർബന്ധമില്ല. വേണ്ട, ഏതെങ്കിലും ഒരു കളർ എടുത്താൽ മതി. ഒരു കളർ എടുത്താൽ മതി, ഇഷ്ടമുള്ള കളർ എടുത്താൽ മതി. ഇത് ഫീഡിങ്ങിന് വരുന്നത് ഇപ്പൊ കോട്ടണിൽ ചെയ്തേക്കണത് ഇപ്പൊ ഫീഡിങ് കുർത്തീസ് ആണിത്. ഇതിന്റെ സിബ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ കാണില്ല, ഞങ്ങൾ നല്ല ഫിനിഷിങ്ങിനുള്ള വർക്കാണ്. ഇത് കണ്ട, ഇതാണ് ഹിഡൻ സിബ് ആണ്. അതെ അതെ, കണ്ട മനസ്സിലാവൂലല്ലോ, നോക്കിയോളൂ. അതെ, അത്രയും ഫിനിഷിങ്ങോട് കൂടി കണ്ട. പിന്നെ ഷേപ്പ് വേണമെങ്കിൽ ഇവിടെ സൈഡില് ഇത് ചെയ്യാം. ഞങ്ങളെ വർക്ക് എന്ന് വെച്ചാൽ ഏറ്റവും നല്ല ഫിനിഷിങ്ങിൽ ചെയ്യാനാണ് ഞങ്ങൾ നോക്കാറ്. അതായത് ക്വാളിറ്റി ആണെങ്കിൽ തന്നെ അതായത് വാഷ് ചെയ്തതിന് ശേഷം ഞങ്ങൾ സ്റ്റിച്ചിങ്ങിലോട്ട് പോകുള്ളൂ. ആദ്യം ഒരു കുർത്തി നമ്മൾ സാമ്പിൾ ചെയ്യും, സാമ്പിൾ ചെയ്തിട്ട് അത് ഫുള്ള് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ബൾക്ക് ഓർഡറിലേക്ക് പോകുള്ളൂ. കാരണം കസ്റ്റമർക്ക് തിരിച്ചു വരാൻ നമുക്ക് പാടില്ല, നഷ്ടം വരാൻ പാടില്ല. പിന്നെ അവരുടെ അടുത്തും കസ്റ്റമർ കൊണ്ടുപോകുമ്പോൾ പിന്നെ തിരിച്ചു വരുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് എല്ലാം വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഞങ്ങൾ ബൾക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകാറുള്ളൂ. ഓക്കെ, അപ്പൊ വാഷ് ചെയ്യുമ്പോൾ തന്നെ ചുരുങ്ങാളതൊക്കെ അപ്പൊ തന്നെ അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും, കളർ പോവാളതൊക്കെ പോയി കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇട്ടിട്ട് ഇനി വാഷ് ചെയ്താൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല. പിന്നെ കോട്ടണിൽ ചില കോട്ടൺ എന്തായാലും കുറച്ചൊരു വരും, ഒരു ഫസ്റ്റ് വാഷിനൊക്കെ കുറച്ചൊരു ഇത് പോകാം. നമ്മൾ വാഷ് ചെയ്താലും കസ്റ്റമർ വാഷ് ചെയ്താലും ഫസ്റ്റ് വാഷിൽ എന്തായാലും ഒരു കളർ പോകും, കോട്ടണിൽ മാത്രം. എന്നാലും ഞങ്ങൾ എല്ലാം വാഷ് ചെയ്ത് നോക്കാറുണ്ട്. കാരണം നമ്മൾ കസ്റ്റമർ കംപ്ലൈന്റ് വരാൻ പാടില്ല എന്ന് വെച്ചിട്ട് ഞങ്ങളെല്ലാം. അതുകൊണ്ടാണല്ലോ 13 കൊല്ലമായിട്ട് പിടിച്ചു മാർക്കറ്റിൽ, അല്ലാണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ബാക്കിലത്തെ ലുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു സിബ്, ഹിഡൻ സിബ് വെച്ചോടുത്ത് വരെ സൈഡിൽ വരെ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അത്രയും പെർഫെക്ഷനോട് കൂടി. ചിലത് ഇത് മാത്രം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ വെറുതെ വിടാ ചെയ്യാറ്. അത് അവിടെ വരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആണ്, അവരുടെ ക്വാളിറ്റി പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പ് പറയാം. ഇതിൻ്റെ ഇത്രയും 4 ഷെയ്ഡ് വരുന്നുണ്ട് അല്ലേ. ഈ 4 ഷെയ്ഡ് ഇതിന്റെ കളർ ചാർട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതണ്ട, ഇത് കോട്ടൺ, ഇത് നഗരി കോട്ടൺ എന്ന് പറയും. ഏറ്റവും നല്ല കോട്ടൺ കിട്ടുന്ന സ്ഥലമാണ് നഗരി, ആന്ധ്രയില. അവിടെ നിന്ന് വാങ്ങുന്ന മെറ്റീരിയൽ ആണ്. അപ്പൊ ആന്ധ്രയിലത്തെ തുണിയാണിത്. അതെ അതെ, നഗരി. അപ്പൊ ഇനി ആന്ധ്രയിലേക്ക് പോകണ്ട, ഇവിടെ കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ കളർ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇത് 4-5 ഷെയ്ഡ് 5 ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. എത്ര ഷെയ്ഡ് വരുന്നുണ്ട് ഇതിന്. പക്ഷെ ഒക്കെ ഡബിൾ ടോണിൽ വരുന്ന ഷെയ്ഡ്, ഒരു ചെറിയൊരു ലൈൻ വരുമ്പോ അത് 2 കളർ ഓപ്ഷൻസ് ആണ്. ഇവിടെ യോക്കില് ഇതാ, ഇത് ഫുൾ പിൻടെക്സ് വർക്ക് ആണ് കേട്ടോ ഇവിടെ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത്. അത് എല്ലാത്തിലും അങ്ങനെ തന്നെ, പാറ്റേൺ ഒക്കെ സെയിം ആയിരിക്കും, കളേഴ്സ് ഡിഫറെന്റ് ആയിട്ട്. ഇത് ഒരു ഫീഡിങ് കുർത്തിയാണ്. ഇത് കണ്ട, സിബ് വെച്ചതൊന്നും കാണില്ല, ഹിഡൻ സിബ്. പിന്നെ മെറ്റീരിയൽ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ. കാരണം അമ്മമാർക്കൊക്കെ ആകുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ ഹിഡൻ സിബും കൂടി വെച്ചിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ഇതില് ഡ്രോ സ്ട്രിങ് വരുന്നില്ല അല്ലേ. ഇതിന്റെ കളർ ചാർട്ട് ഉണ്ട്, കളർ ചാർട്ട് കാണിച്ചത്. കളർ ചാർട്ടും വരുന്നുണ്ട്. 5 ഷെയ്ഡാ, 4 ഷെയ്ഡ്, 4 ഇതാ. ഒക്കെ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ. അല്ലല്ല, എക്സൽ ഡബിൾ എക്സൽ മാത്രമേ ഞങ്ങൾക്ക് ഫീഡിങ് കുർത്തി വരുള്ളൂ. ഓക്കെ, മീഡിയത്തിന്റെ ആവശ്യമില്ല, സൈസ് വലുതായിരിക്കും, ചെറിയ സൈസിന്റെ ആവശ്യം വരുന്നില്ല. എക്സൽ ഡബിൾ എക്സൽ ആണ് ഫീഡിങ്ങിൽ വരുന്നത് കേട്ടോ. ഇനി ഇത് കണ്ടോ, ഹക്കോബ. ഇത് എപ്പോഴും ട്രെൻഡ് ആയിട്ടുള്ള ഈ സംഭവം ഞങ്ങൾ കാണിച്ചില്ല കേട്ടോ. അത് ഇങ്ങോട്ട് തന്നെ കയ്യിലുള്ളത് ഇത് കാണിക്കാൻ കിടക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ കളർ ചേഞ്ചസ് ആണ് ഇവിടെ ഇരിക്കണത്. ഇത് മൊത്തം അല്ലേ, ഇത് ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ്, പുറത്തുനിന്ന് വരുന്ന മെറ്റീരിയൽ ആണ് ഈ കാണുന്നത് അല്ലേ. ഇതിന് 4 കളർ ഓപ്ഷൻസ് ആണ്. അതിന്റെ ഫ്രണ്ട് ലുക്ക് ആണ് കേട്ടോ ഈ കാണുന്നത്. കണ്ടോ, അതില് ഫ്രിൽ വർക്കും കൊടുത്തിട്ടുണ്ട്, അടിയിലും വർക്ക് വരുന്നുണ്ട്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെയും വർക്ക് ഉണ്ട് കണ്ടോ. ഇത് അപ്പൊ ഇതില് വരുമ്പോ മീഡിയം, ലാർജ്, എക്സൽ മീഡിയം ലാർജ് എക്സൽ ഇതില് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ. ഒരു ടീനേജുകാർക്കൊക്കെ ഇതിന്റെ കളർ ഓപ്ഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഇഷ്ടമുള്ളത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടല്ലോ, ദേവ കന്യ. ഇതിന്റെ ബാർകോഡ് അല്ലേ നിങ്ങളുടെ? ഓ ശരി. ഓക്കെ, ഇനി ഇത് നോക്കുകയാണെങ്കിൽ ഹക്കോബ. ഇത് എപ്പോഴും ട്രെൻഡി ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ്. കണ്ടോ, അത് ഡാർക്കില്, അത് റയോൺ ഫാബ്രിക്കിൽ വരുന്ന ഹക്കോബയാണ്. ഹക്കോബ അല്ലേ. ഓക്കെ, അതില് ഫുൾ വർക്ക് വന്നിട്ടുണ്ട് അല്ലേ. അടിയിൽ നോക്കുകയാണെങ്കിൽ അടിയിലും ഉണ്ട് കേട്ടോ വർക്ക്. ഇതാ, അതും സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത്. ഇതിന്റെ ഈ സെയിം ഫ്രണ്ടിൽ കാണുന്ന സെയിം വർക്ക് തന്നെ നമുക്ക് ബാക്കിലും ഉണ്ട് കേട്ടോ, കാണാൻ കിട്ടുന്നുണ്ട്. അതിൽ തന്നെ ഒരു 5 ഷെയ്ഡ് വരുന്നുണ്ട്. ഇത് ഗ്രീൻ കൂടാണ്ട് ഈ ഒരു ഇത്ര കളർ ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹക്കോബയിൽ തന്നെ 4-5 ഷെയ്ഡ് വരുന്നുണ്ട്.
നല്ല മേലേക്കാ പോലുള്ള കളേഴ്സ്, നല്ല താഴത്തേക്ക് വരില്ല. അതെ അതെ, ഇത് കോട്ടൺ ആണ്, പ്യുർ കോട്ടൺ ആണ്, ജയ്പൂർ കോട്ടന്റെ 2 പീസ് ആണിത്. 2 പീസിൽ അല്ലേ? ഇതാ കോട്ടണിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പാച്ച് വർക്കും ഡ്രോ സ്പ്രിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലാണെങ്കിൽ എലാസ്റ്റിക് ഇത്രയ്ക്ക്. ഇതിന്റെ ഓപ്ഷൻസ്, ഇതിന്റെ കളർ ചേഞ്ചസ് വേണമെങ്കിൽ ലേസ് വെച്ചിട്ടുണ്ട്. ഇവിടെ ലേസിന്റെ ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ കളർ ഓപ്ഷൻസ് ആണ് ഈ കാണുന്നത്. 4-5 ഷെയ്ഡ് വരുന്നുണ്ട്. ഇതാ ഒക്കെ ഇതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ. ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഇതന്നെ സെയിം നമുക്ക് എറണാകുളത്തും കിട്ടുന്നത്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ നമ്മൾക്ക് ഇത് ടിഷ്യൂ, അത് എങ്ങനെയാ ഞാനിങ്ങനെ കണ്ടപ്പോൾ നല്ല കളർഫുൾ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ടിഷ്യൂല് ഡിജിറ്റൽ വർക്ക്, ഫുൾ വർക്ക് വന്നിരിക്കണേ. നല്ല അടിപൊളി സംഭവം. സ്ലിറ്റ് ആണ്. അതില് ലൈനിങ് അടക്കം വെച്ചിട്ടുണ്ട്. വിത്ത് ലൈനിങ് ആണ്, കോട്ടന്റെ ലൈനിങ് ആണ് കേട്ടോ. അതിന്റെ കളേഴ്സ് ഇതാ അതിന്റെ കളർ ഓപ്ഷൻസ് ആണ് ഇരിക്കുന്നത്. ഇത്ര കളർ ഓപ്ഷൻസ് ഉണ്ട്. ഈ ഗ്രീൻ ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ എന്ന് പറയുമ്പോൾ ഇത് കാണുമ്പോൾ ഇതും അതിന്റെ നല്ല കളർ ഷെയ്ഡ് നല്ല രസമായിട്ടുണ്ട്. ഒക്കെ കളർ ഓപ്ഷൻസ് നല്ലതായിട്ട് വരുന്നിട്ടുണ്ട്. ടിഷ്യൂലാണ് കേട്ടോ. ഒരു പാർട്ടി വെയറിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഇടാൻ പോയപ്പോഴാണ് ഇത് കണ്ടത്. ഇത് ഞാൻ ഇട്ടിരിക്കുന്ന സെയിം അല്ലേ? ഈ ഞാൻ ഇട്ടിരിക്കുന്ന സെയിം അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ. ഇത്ര ഓപ്ഷൻസ് വരുന്നത്. ഇത് അതിലെ പെട്ടതല്ലേ? 4 കളർ വരുന്നുണ്ട് കേട്ടോ. അതാ ഇത്ര കളർ ഉണ്ട്. പക്ഷെ ബ്ലാക്ക് വിട്ടിട്ടുള്ള കളിയില്ല. ഞങ്ങളൊക്കെ ബ്ലാക്കിന്റെ ആൾക്കാരാണ്. ബ്ലാക്ക് ഞാൻ ഇട്ടിരിക്കുന്ന സെയിമിന്റെ കളർ ഓപ്ഷൻസ് ആണ് കേട്ടോ ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. ദുപ്പട്ടയ്ക്ക് അത്യാവശ്യം ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഉണ്ട്. അടിയിൽ ഇങ്ങനെ ടെസിൽസ് ഒക്കെ പോയിട്ട് ഇങ്ങനെ ഒരു വർക്ക്. അടുത്തേക്ക് സ്ലബ് കോട്ടണിൽ വരുന്നതാണ്. ഇത് സ്ലബ് എന്ന് പറഞ്ഞാൽ ഇത് തമിഴ്നാട്ടിൽ നിന്നൊരു സ്ലബ് വരുന്നുണ്ട്. ആ സ്ലബില് ഞങ്ങൾ സ്ലബ് അവിടെ നിന്ന് എടുത്തിട്ട് ബാംഗ്ലൂർ കൊണ്ടുപോയിട്ട് അത് ഫിനിഷിങ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഒരു സിൽക്കിന്റെ ഫിനിഷിംഗ് ആവും. അല്ലാണ്ട് നമ്മൾ അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ നൂലിങ്ങനെ പൊന്തി ഇരിക്കുന്നുണ്ടാവും. അത് മാറ്റാനായിട്ട് നമ്മൾ ബാംഗ്ലൂർ കൊണ്ടുപോയിട്ട് ഫുൾ ഫിനിഷ് ചെയ്യും. അപ്പോൾ ഒരു സിൽക്ക് ഫിനിഷ് ഉണ്ടാവും. ഒരു നൂല് പോലും ഈ സ്ലബിന്റെ മുകളിൽ പൊങ്ങിയിട്ടുണ്ടാവില്ല. ഫിനിഷ് ചെയ്തിട്ട് കൊണ്ടുവരുന്ന മെറ്റീരിയലാണിത്. ഇത് പിന്നെ ഒരു പക്ഷേ ഈ ഫോയിൽ പ്രിന്റ് പണ്ടൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കറുത്തു പോവായിരുന്നു. ഇപ്പൊ അങ്ങനെ കറുത്തു പോവില്ല. ഫെയ്ഡ് ആവില്ല. കുറെ കഴിയുമ്പോ ഫെയ്ഡ് ആവുന്നല്ലാണ്ട് പെട്ടെന്ന് ഫെയ്ഡ് ആവില്ല. പണ്ടൊക്കെ നമ്മളിങ്ങനെ ഫോയിൽ ചെയ്താൽ പെട്ടെന്ന് കറുത്തു. എനിക്ക് ഫ്ലോർമീൻ പണ്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ കൈയിന്റെ ഭാഗത്തൊക്കെ വരുമ്പോൾ ഈ ഇങ്ങനെ മടക്ക് ഇങ്ങനെ വരില്ലേ, അതുപോലെ വയർപ്പ് വരുന്ന ഭാഗമാണ് ഈ ഭാഗങ്ങൾ. അവിടെ ആ വയർപ്പൊന്ന് തട്ടി കഴിഞ്ഞാൽ കറക്കും. ഇതൊന്നും ആവില്ല. അങ്ങനെ ഫുൾ ഗ്യാരണ്ടി. ദേവകന്യ അതിന്റെ കളേഴ്സ് ആണ് ഇതൊക്കെ. അപ്പൊ ഫോയിൽ പ്രിന്റിൽ തന്നെ നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് മേടിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ? അതെ. ഓക്കെ. പിന്നെ ഇപ്പൊ അടുത്തൊരു ഫെസ്റ്റിവൽ സീസൺ വരുന്നതുകൊണ്ട് ഞങ്ങൾ വിഷു വരുന്നതുകൊണ്ട് വിഷുവിന് ഒരു പ്രത്യേകമായിട്ട് ഒരു എംബ്രോയിഡറി ചെയ്തിട്ട് വെച്ചൊരു അതിന്റെ കളർ. അത് പിന്നെ വിഷുവിന് തന്നെ നമ്മൾ വൈറ്റ് തന്നെ ഇടണമെന്ന് അങ്ങനെയല്ല. ഞങ്ങൾ അതിൽ മാറ്റി പിടിച്ചാണ് കളേഴ്സിൽ ചെയ്താണിത്. വിഷു കഴിഞ്ഞാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. ക്രീമാകുമ്പോ നമുക്ക് പറ്റില്ല. ആ വിഷു ഓണം സീസണിൽ മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റും. അതെ, ആ ഒരു ട്രഡീഷണൽ ടൈമിൽ മാത്രമേ യൂസ് ചെയ്യാം. ഇതാകുമ്പോ പിന്നെയും കാലകാലം നമുക്ക് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കളേഴ്സ് ഇതിന്റെ കളേഴ്സ് അല്ലേ? ഇതിൽ ഒരുപാട് കളർ. ഇത് 4 കളേഴ്സ്. അപ്പൊ ഇത് വരുന്നത് ഇത് വേറെ, ഇത് വി നെക്കിൽ വരുന്ന. അപ്പോൾ വെറൈറ്റി നോക്കുകയാണെങ്കിൽ വെറൈറ്റികളുണ്ട്. ഇനിയും കാണിക്കാൻ ഇഷ്ടംപോലെ എടുക്കുന്നുണ്ട്. ഇത് വരുന്നത് ഒരു ഡബിൾ ഷെയ്ഡിൽ വരുന്നത്, ഒരു ഗ്രീനും ബ്രൗണും കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. 2 ടോണിൽ വരുന്നത്. ഫോയിൽ പ്രിന്റിലാണ്, വീനെക്കാണ് ഇതിന്റെ ഇപ്പോൾ ട്രെൻഡ്. സ്ലിറ്റ് ആയിട്ട് വരുന്നത്. ഇതിലും കളർ ഓപ്ഷൻസ് വരുമ്പോൾ ഇത്ര കളേഴ്സ് വരുന്നുണ്ട് അല്ലേ? വീനെക്കിൽ പിന്നെ കുറേ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇത് വീനെക്കിൽ നമ്മൾ മിറർ വർക്ക് ചെയ്താണ്. വീനെക്കിൽ മിറർ വർക്ക്. അതിൻ്റെ കോഡ് ഡീറ്റെയിൽസ് ഒക്കെ പറയുകയാണെങ്കിൽ ആ കോഡ് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഡയറക്റ്റ് വരണമെങ്കിൽ വരാം. ഡയറക്റ്റ് വരാൻ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ഇത് ശരിക്കുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുത്തേ. പുതിയ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത്. എവിടെ? കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത ബിൽഡിംഗ് ഉണ്ട്, സെഞ്ചുറി മാൾ. അതിന് സെക്കൻഡ് ഫ്ലോറിൽ. സെഞ്ചുറി എന്ന് പറയുമ്പോൾ കുറേ ഉണ്ട്, 4-5. അതെ, ഇത് സെഞ്ചുറി മാളാണ്. അത് എടുത്ത് പറയാണ് കേട്ടോ. സെഞ്ചുറി എന്ന് പറയുമ്പോൾ ഇത് ബിഗ്ഗസ്റ്റ് ഹോൾസെയിൽ മാർക്കറ്റ് ആണ് കോഴിക്കോടത്തെ. പക്ഷെ അതില് സെഞ്ചുറി മാൾ ഉണ്ട്, മാൾ കൂടി ആഡ് ചെയ്യണം. അതില് സെക്കൻഡ് ഫ്ലോറിലാണ് അല്ലെ? ഒന്നും വേണ്ട, ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ പറയാ, നമുക്ക് മൊത്തം കടകൾ കാണുമ്പോൾ താഴത്ത് ഒരു കോൾ വിളിച്ചാൽ മതി. അപ്പൊ നമ്മുടെ ആൾക്കാർ വന്നിട്ട് അവരെ പിക്ക് ചെയ്തോളും. ഇനിയിപ്പോ ഞാൻ പിടിച്ചിരിക്കുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ്, കളേഴ്സ് നേരത്തെ കളർ ചേഞ്ചസ് അല്ലേ? വീനെക്കിന്റെ കളർ ചേഞ്ചസ് ആണ് കേട്ടോ. അതിൽ ആഷ് കളറും വരുന്നുണ്ട്. അങ്ങനെ കളർ ഓപ്ഷൻസ് വേണമെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് വരുന്നത് വിഷുവിന്റെ ഒരു സ്പെഷ്യൽ
വീനെക്കിലാണ് ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ടിഷ്യൂ അല്ല, എന്നാ ആ ഒരു കളറിൽ ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് ടിഷ്യൂ ആണിത്. ടിഷ്യൂല് ടിഷ്യൂ ആണോ തുറന്ന് തുറക്കാം? ടിഷ്യൂ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറമെ കാണുമ്പോൾ ശരിക്കും ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും കോട്ടൺ പോലെയാട്ടോ ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കി തന്നെ വേണം. ഇങ്ങനെ നോക്കുമ്പോഴാണ് കേട്ടോ അതൊരു ടിഷ്യൂ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ശരിക്കും അത് ആ ഒരു ഇതിൽ വെക്കുമ്പോൾ നമുക്ക് ആ ടിഷ്യൂൻ്റെ ഫീലിംഗ് വരുന്നേ ഇല്ല കേട്ടോ. കോട്ടൻ്റെ മെറ്റീരിയൽ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇത് തുറന്ന് നോക്കുമ്പോഴാണ് ആ ഒരു ഷൈനിങ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. അതിൻ്റെ കളർ ചേഞ്ചസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് അതിൻ്റെ കളർ ഓപ്ഷൻസ് വരുന്നത്. എംബ്രോയിഡറിയുടെ വർക്കിൽ മാത്രം ഇങ്ങനെ മാറ്റി 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 ചെയ്യുന്ന ഒരു വർക്കാണ്. കളറും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വർക്കല്ല ഒരേപോലെ വർക്ക് ത്രെഡിന്റെ കളർ മാത്രം ഇങ്ങനെ വ്യത്യാസമായിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. പിന്നെ വരുന്നത് ലക്നോ ചിക്കൻ കറി വർക്ക്. ഇപ്പൊ അതും ട്രെൻഡിങ് ആണ് ലക്നോ. ഇതൊക്കെ പണ്ടേ തൊട്ടുള്ളത്, എത്രയോ കൊല്ലങ്ങളായിട്ട് ഈ ഒരു ചിക്കൻ കറി ഹക്കോബ ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സംഭവം. നമ്മുടെ കേരളത്തിൽ വിഷുവിന് അല്ലെങ്കിൽ ഓണത്തിനൊക്കെ നമ്മൾ ടിഷ്യൂ എന്ന് പറയില്ലേ, അത് ട്രെൻഡ്. അതേപോലെ തന്നെ ലക്നൗവി ചിക്കൻ കറി വർക്ക് കേട്ടോ. ഇതിന് ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട്. ഫുൾ ഇത്ര കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഇതൊന്നും അത്ര കാണാത്തൊരു കളറാണ് കേട്ടോ. ഈ ഒരു മെഹന്തി കളറ്, പിന്നെ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്. ഇതും ഒരു കളർ, ഒരു ടീൽ കളറും കൂടി വരുന്നുണ്ട് കേട്ടോ. ഫുൾ ഇത് മെഷീനിൽ ചിക്കൻ കറി വർക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കൈ കൊണ്ടുള്ളതല്ല. ലൈനിങ് അടക്കം വരുന്നുണ്ട്. ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് ഇത് വരുന്നത്. പിന്നെ വരുന്നത് ഇനി ഇവിടെ നിന്ന് ഒരെണ്ണം എടുത്ത ചേട്ടനാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആള്. ചേട്ടന് ഇത്ര നേരം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ചേട്ടൻ്റെ പേരൊന്നും പറഞ്ഞില്ല. ഇവിടേക്ക് തിരികെ എന്നാലേ കാണാൻ പറ്റുള്ളൂ. നിഷാദ് ആണോ ഇവിടെ ഫുൾ ടൈം ഉണ്ടാവാറ്? അപ്പൊ നമ്മുടെ ദേവകന്യക ഓണർ ഇവിടെ എപ്പോഴും ഉണ്ടാവില്ല? ഇല്ല, ഞാൻ മൺഡേ ഇപ്പൊ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് സൺഡേ വരും. സൺഡേ മൺഡേ ഇവിടെ ഉണ്ടാവും. അല്ലാത്ത സമയത്ത് എറണാകുളത്ത് ഉണ്ടാവുക. എറണാകുളത്ത്. അപ്പൊ എറണാകുളം ഷോപ്പിലാണെങ്കിൽ അവിടെ ഉണ്ടാവും. ഇവിടെ കോഴിക്കോട് ഷോപ്പിലാണെങ്കിൽ ഇങ്ങൊരാണ് മെയിൻ. പിന്നെ ഒരാളും കൂടി ഉണ്ട്. ആളെ എന്താ പേര്? നിഷ. ഓ വിളി കേട്ടില്ലേ? ഓ നിഷ വാ. ഇവര് രണ്ടുപേരാണ് കേട്ടോ ഇവിടെ കോഴിക്കോടത്തെ മെയിൻ ആൾക്കാർ. പേര് നിഷാദ്. ഇപ്പൊ വലിയൊരു കൺഫ്യൂഷൻ. വല്ല ബന്ധം? ഒരു ബന്ധമില്ല കേട്ടോ. കടയിലത്തെ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. എന്തായാലും താങ്ക് യു. ഇവർ രണ്ടുപേരും ഇവിടെ കോഴിക്കോട്. ഇനി അടുത്തത് ഇത് കണ്ട സെൽഫ് ടോണിൽ തന്നെ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള കണ്ട ഒരു സിൽക്കി ടൈപ്പ് ആയിട്ട് തോന്നിക്കുന്നത്. പാർട്ടി വെയറിലല്ലേ? അതില് കളർ ഓപ്ഷൻസും വരുന്നുണ്ട്. ഇതൊക്കെ സിംഗിൾ ടോണിൽ വരുന്നതാണ് കേട്ടോ. ആ വർക്കും സെയിം സിംഗിൾ ടോണിൽ വരുന്ന കളർ ഓപ്ഷൻസ്. വി നെക്കിലാണ്. പിന്നെ സ്ലീവിലും വർക്ക് ഉണ്ട് കേട്ടോ. ഇതാ ഒരു പാർട്ടി വെയറില്. ഇതൊക്കെ ഇനി പ്ലസ് സൈസ് എന്ന് പറയുമ്പോ ഈ ഇതിൽ തന്നെ നമ്മൾ L2 XXL ചെയ്യുന്നുണ്ട്. ഇതിലെ സെയിമില്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടും. അടുത്തത് ഫുൾ ഡയമണ്ടിന്റെ വർക്കാണല്ലോ. സ്ലിറ്റിലാണ്. സ്ലിറ്റില് ജോർജറ്റില് സെറോസ്കി ഡയമണ്ടിന്റെ വർക്കാണ് യോക്കിൽ വന്നിരിക്കുന്ന വർക്ക്. അതിന്റെ കളർ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പിന്നെ ബ്ലാക്ക് ഉണ്ട് അല്ലേ? ബ്ലാക്കും പിന്നെ ഒരു റെഡ് കളർ ഓപ്ഷൻസ്. റാണി കളർ അങ്ങനെ 4 ഷെയ്ഡ് വരുന്നുണ്ട്. ബ്ലാക്കും ബ്ലൂവും കാണുമ്പോൾ ഒക്കെ ഏകദേശം ഒരുപോലെയാണ്. പക്ഷെ അത് 3 ഡിഫറെന്റ് കളറാണ് കേട്ടോ വരുന്നത്. റാണി കളറും കൂടി വരുന്നുണ്ട്. പിന്നെ ഇവിടെ ബോട്ടം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. സിഗരറ്റ് ബോട്ടം. ഇതും നിങ്ങളുടെ യൂണിറ്റിൽ ചെയ്യുന്നതാണ്. അപ്പൊ മെറ്റീരിയൽ വരുമ്പോ സ്ലബ് കോട്ടണിൽ വരുന്നതാണ്. ഇതിൽ മാത്രമാണോ ചെയ്യണത്? സ്ലബ് കോട്ടണിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ. ലൈക്രയിൽ ചെയ്യുന്നില്ല. സ്ലബിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ. ഇത് സൈസസ് ഒക്കെ എങ്ങനെ വരുന്നത്? L2 XXL ആണ് വരുന്നത് സൈസ്. XXL സൈസ് വരെ ചെയ്യുന്നുണ്ട്. അപ്പൊ കളേഴ്സ് കുറെ കളേഴ്സ് ഞങ്ങൾക്ക് 24 കളേഴ്സ് ഉണ്ടാവും ഞങ്ങളുടെ കയ്യിൽ. പാൻസിൽ മാത്രം. അപ്പൊ ടോപ്പ് മേടിക്കുമ്പോ അതിന്റെ കൂടെ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടത്. ഈ പാൻസിനൊക്കെ വരുമ്പോ റേറ്റ് ഏകദേശം സ്റ്റാർട്ടിംഗ് റേറ്റാ അതിപ്പോ പറയാൻ പറ്റും. ഞങ്ങൾ ഹോൾസെയിൽ ചെയ്തല്ലേ. കണ്ട ഇപ്പൊ എല്ലാരും എന്നെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഞാൻ ചോദിക്കേണ്ടത് ചോദിച്ചു. അവർക്ക് പറയാൻ താല്പര്യമുണ്ട്. പക്ഷെ നിങ്ങൾ നേരിട്ട് വിളിക്കുമ്പോൾ പബ്ലിക് ആയിട്ട് പറയാൻ താല്പര്യമില്ല. കാരണം കസ്റ്റമർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കണ്ട ഇതാണ് ഇത് പറയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ചോദിച്ചത്. കാരണം എന്താ വെച്ചാൽ എല്ലാ ഹോൾസെയിൽ വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ താഴെ ഒരു കമന്റ് ഉണ്ടാവും, ഒരു ലിസ്റ്റ്. പ്രൈസ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്തിനാ ഈ വീഡിയോ കാണില്ല, എനിക്ക് എന്താ ഞങ്ങൾ ഫോൺ നമ്പർ കൊടുക്കില്ല, ഞങ്ങൾ നേരിട്ട് അവർക്ക് മനസ്സിലാവണില്ലല്ലോ. ഈ നാട്ടുകാർ മൊത്തം വിളിച്ച് പോകേണ്ട ആവശ്യമില്ലല്ലോ. അയ്യോ ഇത് 50 രൂപ 100 രൂപ എന്ന് പറഞ്ഞിട്ട് ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ മാത്രം ഒന്ന് ഫോൺ വിളിച്ച് ചോദിക്കാം. കാരണം നിങ്ങൾക്ക് മാർജിൻ ഇട്ടിട്ട് അത് സെയിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ പറയാം. റീറ്റെയിൽ കസ്റ്റമർക്ക് മാത്രം പറയാൻ പറ്റില്ല.
പുറത്തുനിന്ന് വാങ്ങുന്ന പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് റേറ്റ് പറഞ്ഞിട്ട് അവർ വിചാരിക്കും ഇപ്പൊ ഫോർ എക്സാമ്പിൾ അവരിപ്പോ ഒരു 200 രൂപയ്ക്ക് ഇതിന്റെ റേറ്റ് അല്ല പറയണേ, ഞാൻ എക്സാമ്പിൾ പറയണ 200 രൂപയ്ക്കാണ് അവരിപ്പോ ഇത് മേടിക്കുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ ഒരു 200 രൂപയും മാർജിൻ ഇട്ട് ഒരു 400 രൂപയ്ക്ക് വിൽക്കണമെങ്കിൽ നമ്മൾ പ്രൈസ് പറയാണ്ടിരിക്കണം. പ്രൈസ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റീറ്റെയിൽ ആയിട്ട് മേടിക്കുന്ന ആൾക്കാർ അത് കാണുമ്പോൾ ഇത് അവിടെ 200 രൂപയുള്ള പിന്നെന്തിനാ നിങ്ങൾ 400 രൂപയ്ക്ക് കൊടുക്കണമെന്നുള്ളത് അവിടെ ഒരു പ്രശ്നം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പറയുന്നത്. പിന്നെ ഇതിന്റെ കളർ ഓപ്ഷൻസ് കുറെ കളർ ഉണ്ട്, 24 കളർ ഉണ്ടാവും ഞങ്ങളുടെ അടുത്ത്. ഇത് വേണമല്ലോ 24 കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഇതില്. അപ്പൊ ഞാൻ മെയിൻ കളർ മാത്രം ഇട്ടുന്നുള്ളൂ ഇവിടെ. ഓക്കെ. അപ്പൊ ഇതിലെങ്ങനെയാ അപ്പൊ സെറ്റ് എടുക്കണോ? അത് സെറ്റ് എടുക്കണം. അത് 2 L ഉണ്ടാവും, 2 XL ഉണ്ടാവും, 2 XXL ഉണ്ടാവും. ഒക്കെ രണ്ട് വെച്ച്. അപ്പൊ 6 സെറ്റ് 6 സെറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. ഇത് വീനക്ക് തന്നെ വരുന്ന ഒരു ജോർജറ്റ്. ഇതാണ് എവിടെ നിന്നിട്ട് എടുക്കൂ എന്ന് പറഞ്ഞ് കാണിച്ചു തരുന്നത്. അടിപൊളി മെഹന്തി ഷെയ്ഡിൽ വരുന്ന വീനക്കില്. പക്ഷെ വീനക്കായാലും ചെറിയൊരു ഇങ്ങനെ ഇത് കൊടുത്തിട്ടുള്ളത് ഡീപ്പ് ആയിട്ട് തോന്നിക്കാത്ത വിധത്തിലാണ് ചെയ്തിരിക്കണത് അല്ലെ. ഇതിന്റെ കളേഴ്സ് ആണിത്. ഒന്ന് എടുത്തു കൊടുക്കുന്നു. അതെ ഇത് നമ്മൾ എടുത്തതാ. യെല്ലോ എടുക്കുക. ഇതുണ്ട് ഇതാ ഇങ്ങനെ 2-3 ഷെയ്ഡ് ഉണ്ട് കേട്ടോ. 4 ഷെയ്ഡ് ഉണ്ടാവും, എന്തായാലും 4 ഷെയ്ഡ് ഉണ്ടാവും. അപ്പൊ ഇതാണ് ഇതിന്റെ ഷിഫോണിൽ വരുന്നത്. ലിനൻ ഫാബ്രിക്കിൽ വരുന്ന ഒരു ടോപ്പാണിത്. ലിനൻ ഫാബ്രിക്കിലാണ് ഞാൻ യോക്ക് കണ്ടപ്പോ ഒന്ന് കണ്ണാടയിൽ നോക്കിയത്. നല്ല ഒരു അങ്ക പാറ്റേൺ പോലെ ചെയ്തിട്ടുള്ള ഒരു ലിനനിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ. എ ലൈൻ പോലെയാണല്ലോ ചെയ്തത്. ഇതിന്റെ കളർ ഓപ്ഷൻ ഇതാ, ഇത്ര കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇത് 2 ഇതില് 3 മൂന്നാണ് ഇതിലുള്ളത്. ഓക്കെ. ഇതാ ഈ 3 ഷെയ്ഡാണ് കേട്ടോ ഇതിൽ വരുന്നത്. ഇതിൽ വരുമ്പോഴും മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെയാണ് സൈസസ് വരുന്നത്. ഇതിപ്പോ ഇൻഡിഗോ, ഇതെപ്പോഴും ഒരു ട്രെൻഡിങ് സാധനമല്ലോ ഇൻഡിഗോ ബ്ലൂ. അതെ, ഇത് എപ്പം ആൾക്കാർക്ക് ഇൻഡിഗോ ബ്ലൂ സാരി ആയാലും ചുരിദാർ ആയാലും എല്ലാവർക്കും. ഇതും പാനൽ കട്ടിൽ വരുന്നതാണ് ഇതിലല്ലേ. പിന്നെ ഫ്രില്ലും അത്യാവശ്യം ഉണ്ട് കേട്ടോ. നല്ലോണം ഫ്ലയർ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ഫുള്ള് ഓവർലോക്ക് ഒക്കെ ചെയ്തിട്ടാണ് നമുക്ക് പാനലിൽ പോലും കണ്ടാ ഓവർലോക്ക് ചെയ്തിട്ടാണ് എല്ലാം. ഓരോരോ പാനലിലും ഓവർലോക്ക്, ഫുൾ ഫിനിഷിങ്ങിലും അതുപോലെ നല്ല സ്റ്റിച്ചിങ് ഫിനിഷിങ്ങിലും എല്ലാം ഫിനിഷിങ് ചെയ്തിട്ട് ഞങ്ങളെ ഫിനിഷിങ്ങിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. ഒന്ന് പറഞ്ഞേ. ഞങ്ങളെ ഫിനിഷിങ്ങിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഞങ്ങൾക്ക് ഉണ്ടാവില്ല. നന്നായിട്ട് ഫിനിഷ് ചെയ്തിട്ട് ഞങ്ങൾ ടോപ്പ് എന്തായാലും മാർക്കറ്റിലേക്ക് വരും. സ്റ്റിച്ചിങ്ങിന്റെ മാത്രമല്ല ക്വാളിറ്റിയിലും ഞാൻ പറഞ്ഞില്ല, ക്വാളിറ്റി ഞങ്ങൾ ഫിനിഷ് ചെയ്യുന്ന ആദ്യം ഞങ്ങൾ വാഷ് ചെയ്തതിന് ശേഷം ഞങ്ങൾ മാർക്കറ്റിലോട്ട് കൊണ്ടുവരുള്ളൂ. കളർ ഇളകുന്ന അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതാണ് ക്വാളിറ്റിയും സ്റ്റിച്ചിങ്ങും എല്ലാം കൂടി ഒരു 10 രൂപ കൂടിയാലും നല്ല ഐറ്റം കൊടുക്കണം നമ്മുടെ മനസ്സിലുള്ളത് കേട്ടോ. ഇതിന് ഇൻഡിഗോയിൽ തന്നെ നമ്മൾ നേരത്തെ കണ്ട അതിന്റെ കളർ ഓപ്ഷൻസ് ആണല്ലോ ഇത്. അല്ല, ഇത് 2 എണ്ണം ഉണ്ട്, 2 കളർ അല്ലേ. ഇനി വരുന്നത് ഇത് മസ്ലിന്റെ ഒരു ഇതാണ്, ഫീഡിംഗ് ആണ്. ഫീഡിങ് കുർത്തി അല്ലേ, മസ്ലിനിൽ വരുന്ന ഫീഡിങ് കുർത്തി. അതും ഹിഡൻ സിബാണ് ഇത് വരുന്നത് കേട്ടോ മസ്ലിനിൽ. അത് സൈസസ് വരുമ്പോൾ 2 സൈസ് ഡബിൾ എക്സൽ, ഡബിൾ എക്സൽ. അതിന്റെ ഒരു കളർ ചാർട്ടും കൂടി ഇതാണ് 2 കളർ ഓപ്ഷൻസ് ഇപ്പം നിലവിലുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ വലിച്ചേരിയിട്ടുണ്ട് നമ്മുടെ നിഷാന്ത് രണ്ടാളും കൂടിയിട്ട് ഇരുന്നിട്ട് കളിക്കും. ഇതൊരു നെക്ക് ഇങ്ങനെ വന്നിട്ട് കോട്ടൺ. ഞാൻ ആലോചിച്ചത് എന്താ പറഞ്ഞ പൊന്തി നിൽക്കണം. ഓക്കെ, ഇങ്ങനെയായിട്ട് നിൽക്കുന്ന പാറ്റേൺ അല്ലേ. ശരിക്കും ഇത് 1 സൈഡ് ആണ്, രണ്ടും ഇങ്ങനെ തന്നെയല്ലേ. സ്ലീവിൽ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ, ഒരു പട്ടാൻ സ്റ്റൈൽ. ഇതിന്റെ കളർ ഓപ്ഷൻസ് വരുമ്പോ ഇത് കോട്ടൺ അല്ലേ. പാനൽ വർക്ക്. ഇതും പാനൽ വർക്കാണ് കണ്ടോ. സ്റ്റിച്ചിങ് ആണ് കേട്ടോ കാണിക്കുന്നത്. സ്റ്റിച്ചിങ്ങിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. അതിന്റെ കളർ ഓപ്ഷൻസ് ഇത്ര കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇത് 1, 2, 3, 4 ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ കളറിൽ. പിന്നെ അടുത്തത് മസ്ലിന്റെ ഒരു 3 പീസ് ആണ്. ലേഡീസിന്റെ ഐറ്റംസ് മാത്രമേ കിട്ടുള്ളൂ. ജെന്റ്സ് ഇല്ല, വേറെ സാരീസ് ഇല്ല. ലേഡീസിന്റെ പറഞ്ഞ സാരീസും അതും ഇല്ല. 3 പീസ് മാത്രമേ കണ്ട. കോളർ നെക്കാണല്ലേ. കോളർ വീനെക്കാണ്, വീനെക്ക് പോലെ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. എനിക്ക് കണ്ണാടയിൽ നോക്കിയാലും അറിയാൻ പറ്റും. കോളർ നെക്കാണ് കേട്ടോ. എനിക്ക് ഇവിടുന്ന് കാണാനില്ല, അതുകൊണ്ടാണ്. ഫോയിൽ പ്രിന്റ് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ അല്ലേ. പിന്നെ ദുപ്പട്ട വരുന്നത് ഇതിലേക്ക് വെക്കൂ, എന്നല്ല അതിൻ്റെ ഒരു ഭംഗി അറിയുള്ളൂ. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത്. വിത്ത് പാൻറ് അടക്കം വരുന്നത് കേട്ടോ. 3 പീസിൻ്റെ സോഫ്റ്റ് മസ്ലിനിൽ വരുന്നത് അല്ലേ. അതെ. ഇതിൽ കളർ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇതാ
ഈ മറൂൺ ഉണ്ട്, ബ്ലൂ ഉണ്ട്, 2 ഷെയ്ഡ് ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട് അല്ലേ ഇപ്പം? ഇതിൽ 2 ഷെയ്ഡേ ഉള്ളൂ. 2 ഷെയ്ഡ് വരുന്നുള്ളൂ. എത്ര ബൾക്ക് വേണമെങ്കിൽ എനിക്ക് 50 പീസോ 100 പീസോ എത്ര വേണമെങ്കിലും ചോദിച്ചാൽ തരും. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഞങ്ങൾ പിന്നെ എറണാകുളത്ത് അധികം B2B ആണ് ചെയ്യുന്നത്, ഹോൾസെയിൽ ടു ഹോൾസെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൾക്ക് ഓർഡർ ഞങ്ങൾ എത്ര വേണമെങ്കിലും ഞങ്ങൾ ചെയ്യും. ഞങ്ങൾക്ക് ഒരു 300ഓളം ജോലിക്കാർ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഹാൻഡ് വർക്കിന് 50 പേരുണ്ട്. അപ്പൊ പിന്നെ ബൾക്ക് എത്ര വന്നാലും നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ചെയ്യാനായിട്ട്. പെട്ടെന്ന് പറയാൻ പെട്ടെന്ന് അത് ചെയ്ത് തരാനും ഉള്ള ഓപ്ഷൻസും ഉണ്ടല്ലേ. ഓക്കെ. കോഴിക്കോടും പിന്നെ ഒരു മാർക്കറ്റ് ഉണ്ട്. ഈ ഒരു മാർക്കറ്റിലും കട വന്നിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം വേറെ ഏതെങ്കിലും മാർക്കറ്റിൽ വെച്ച് കാണാം നമുക്ക്. അല്ലെ, ഇനി കടകൾ കാണുന്നല്ലോ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ 2-ലായിട്ടുള്ള ഇനി 3-ാമത്തെ 4-ാമത്തെ 5-ാമത്തെ അങ്ങനെ പോണല്ല. വർക്കേഴ്സും അതിനനുസരിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡ് ഉണ്ടല്ലോ സ്റ്റോക്ക്. ഇത് നമ്മളൊരു എംബ്രോയിഡറി ചെയ്ത ഇത് പുതിയൊരു മെറ്റീരിയൽ വന്നത്, ടിഷ്യൂ മെറ്റീരിയൽ കണ്ടോ, ഇതിൽ ഞങ്ങൾ എംബ്രോയിഡറി ചെയ്തേക്കണേന്. ഇത് ശരിക്കും പറഞ്ഞാൽ വന്നന്ന് തന്നെ ഇത് തീർന്നതാണ്. ശരിക്കും സ്റ്റോക്ക് ഔട്ട് ആയി. എന്നിട്ട് രണ്ടാമത് ഞങ്ങൾ ചെയ്ത് എടുത്തതാണ്. അത്രയ്ക്കും ഹോട്ട് സെല്ലിംഗ്. അതെ. കളർ ഷെയ്ഡ് നോക്കും ഞങ്ങൾ. കളർ ഷെയ്ഡ് ശരിക്കും കസ്റ്റമർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു കളർ ഷെയ്ഡുകളാണ്. ഒരു വെറൈറ്റി കളറായിട്ടാണ് ഞങ്ങൾ എപ്പോഴും ചെയ്യാറുള്ളത്. ഇത് നോക്കുകയാണെങ്കിൽ ഇത് അതിനേക്കാളും നല്ല അടിപൊളി കളറായിട്ട് ഇതൊക്കെ തുറന്ന് കാണിക്കാൻ വേണം കേട്ടോ. കണ്ടോ ടിഷ്യൂല് ഇതൊക്കെ തുറന്ന് കാണിക്കാൻ പറ്റിയ ഷെയ്ഡുകളാണ്. അതിൽ പിങ്ക് വേണമെന്ന് വെച്ചാൽ പിങ്കും. ഇതൊക്കെ ഡബിൾ ഷൈനിങ്, ഒരു ചെറിയൊരു ഷൈനിങ് ഉണ്ട് കേട്ടോ. പാർട്ടി വെയർ കോൺസെപ്റ്റ് ആയിട്ട് നമുക്ക് പെടുത്താം കേട്ടോ ഇതിനെ. ഈ ഒരു മെറ്റീരിയൽ കണ്ടോ, ചെറിയൊരു ഷൈനിങ് ഒക്കെ ഉണ്ട്. ആ ഒരു തിരിച്ച് നോക്കിയാൽ അറിയുള്ളൂ. കണ്ടോ, ഒരു ടിഷ്യൂ എന്ന് പറയുമ്പോൾ ആ ഒരു ഷൈനിങ് എന്തായാലും. പിന്നെ ഒരു ബേജ് കളറിലും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ടോപ്പാണിത്. ഇത് കയ്യിൽ മാത്രം വർക്ക്, അതായത് ഹാൻഡ് മാത്രം വർക്ക് ചെയ്തിട്ട് ഇപ്പൊ ഒരു നന്നായിട്ട് മൂവിങ് ഉണ്ട്. ഇപ്പൊ ഹാൻഡ് മാത്രം വർക്ക് ചെയ്ത് അങ്ങനെ വർക്ക് ഇപ്പൊ കൂടുതലാണല്ലേ. അതിന്റെ കളറും കാണിച്ചു തരാം. ഇതിന്റെ കളർ ഓപ്ഷൻസ് സോഫ്റ്റ് ഓർഗൻസിൽ ചെയ്തേക്കണേന്. ഇതിന്റെ കളർ ഇത്രയും കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. 1, 2, 3. പിന്നെ ഈ ഒരു യെല്ലോ ഷെയ്ഡും കൂടി വരുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡ് ഇതൊക്കെ നമ്മൾ കാണിച്ചില്ല നേരത്തെ. ഒരു ഫസ്റ്റ് കാണിച്ചത് അതിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കിൽ വരുന്നത് സിമ്പിൾ കുർത്തീസ് ആണ്. ഇങ്ങനെ കോളർ ഇതിൽ വരുന്ന കണ്ട സാധാ. അതിൽ സെൽഫ് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. സെൽഫ് ഡിസൈൻ ഉണ്ട്. സെൽഫ് ഡിസൈനിൽ ചൈനീസ് നെക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഓഫീസ് ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷനാണ്. അതിന്റെ കളർ ചാർട്ടാണ് കേട്ടോ. ഈ ചേട്ടൻ്റെ കയ്യിൽ നിഷാന്ത് അല്ലേ, ശരിയല്ലേ? നിഷാദ്. ഞാൻ മറക്കില്ല ഇനി പേര്, കാരണം രണ്ടാളും പേര് ഒരുപോലെയല്ലേ. അതെങ്ങനെ അങ്ങനെ വന്ന് പെട്ടൂടെ പോലെ രണ്ടും ഒരു പേരില്. ഇതിൻ്റെ 4 കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. കിട്ടി. ഇതാ 4 ഉണ്ട്. ഇത് 1, 2, 3, 4 ഷെയ്ഡ് കേട്ടോ. 5 എണ്ണം ഉണ്ടോ? ഓഫീസ് വെയറിനൊക്കെ സുഖമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. മീഡിയം, ലാർജ്, XL, XXL അങ്ങനെ. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഞങ്ങൾ എറണാകുളം കടയിൽ ഇതിലും കൂടുതൽ സെലക്ഷൻ ഉണ്ട്. കാരണം ഇതിപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടില്ലല്ലോ, 1 വീക്ക് ആയിട്ട്. അപ്പോൾ അവിടെ കൂടുതൽ കളക്ഷൻ ഉണ്ട്. ഇങ്ങനെ വരും. ഇവിടെ എന്ന് വെച്ചാൽ ഒരു ദിവസം അയച്ചാൽ പിറ്റേ ദിവസം തന്നെ ഇവിടെ എത്തും. അതുകൊണ്ട് നമ്മൾ എപ്പോൾ വേണമെങ്കിലും നമുക്കിപ്പോൾ ഇത് തീർന്നു പോയാലും നമുക്ക് നമ്മുടെ അടുത്ത് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമുക്ക് 2 ദിവസം കൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് വരും. ഇതൊരു കോട്ട് മോഡലിൽ ജാക്കറ്റ് മോഡൽ, പക്ഷെ അത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ തന്നെ അല്ല, ഈ സൈഡ് അറ്റാച്ച്ഡ് ആയിട്ടാ വരുന്നത്. നമുക്ക് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ജാക്കറ്റ് മോഡലിൽ ബട്ടൺസ് ടൈപ്പ്. അതിന്റെ കളർ ഓപ്ഷൻസ് ഈ ഒരു 4 കളർ വരുന്നുണ്ട് കേട്ടോ. ഇത്ര കളർ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ ചൂസ് ചെയ്യാനായിട്ട്. ജാക്കറ്റ് മോഡലിൽ വരുന്ന കളക്ഷനാണ്. അപ്പോൾ എറണാകുളത്താണെങ്കിൽ ഇതിനേക്കാളും വലിയ ഷോപ്പല്ലേ? വലിയ ഷോപ്പാണ്. അവിടെ എന്ന് പറയുമ്പോൾ 3000 സ്ക്വയർ ഫീറ്റിന്റെ മേലെ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇനി നമുക്ക് അവിടെ പോവാം വീഡിയോ എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറെ കൂടി കൂടുതൽ കളക്ഷൻസ് കാണാം. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടതല്ലാണ്ട് നിങ്ങൾക്ക് വെറൈറ്റി എന്തെങ്കിലും ഇനി തപ്പിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വീഡിയോ കോൾ ചെയ്താണിച്ച് എറണാകുളത്ത് കാണിക്കുമല്ലോ അല്ലേ? പിക്ചേഴ്സ് എൻ്റെ ഇല്ലല്ലോ, ഡയറക്റ്റ് ലൈവായിട്ട് വീഡിയോ കോൾ ചെയ്താൽ അപ്പോൾ തന്നെ അപ്പോഴേ കാണിക്കുള്ളൂ. പിക്ചേഴ്സ് ഇടാറില്ല. ഇട്ട് കഴിഞ്ഞിട്ട് കാര്യമില്ല, കാരണം 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുകയാണ് എനിക്ക് അത് വേണമെന്ന് പറയും. അപ്പോഴേക്ക് ഇതൊക്കെ സെയിൽ കഴിഞ്ഞു. ഇത് ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു അനാർക്കലി സ്റ്റൈലിൽ അതിന്റെ കളർ ഓപ്ഷൻസ് കേട്ടോ. ഇതില് ഒക്കെ നല്ല നല്ല കളർ ഷെയ്ഡ്സ് ആണ് കേട്ടോ വരുന്നത് ഇതില്. പിന്നെ റേറ്റ് വരുന്നത് 350 ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ് കേട്ടോ. എല്ലാത്തിന്റെയും റേറ്റ് 330 ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ്. എല്ലാത്തിനും കളേഴ്സ് നല്ല 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 അതന്നെ നല്ല നല്ല കളർ ഷെയ്ഡ്സ് ആണ് ഇതിന്റെ എല്ലാതും വരുന്നത്. കണ്ടോ, 1, 2, 4 കളേഴ്സ്, 4 ഷെയ്ഡ് വരുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര ഇങ്ങനെ സോഫ്റ്റ്, ഇങ്ങനെയൊക്കെ പിടിക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. കണ്ടോ,
ഇതാന്ന് വെച്ചാൽ ചുളിയൂലിയ സുഖമായിട്ട് ഇടാൻ പറ്റും. ഇടാൻ പറ്റും. ഇനി മഴക്കാലത്തൊക്കെയാണ് നമുക്ക് അത് ആവശ്യം വരും. അതെ അതെ, മഴക്കാലത്ത് ആവശ്യം വരും അത്. പിന്നെ വരുന്നത് സെറോസ്കി ഡയമണ്ടിന്റെ വർക്കിൽ തന്നെ ലൈറ്റ് ഷെയ്ഡ്. നമ്മൾ നേരത്തെ കാണിച്ചത് ഡാർക്ക് ഷെയ്ഡ് ആയിരുന്നു. അതിന്റെ വർക്ക് കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. ഇതാ കുറച്ചുകൂടി വർക്ക് കൂട്ടിയിട്ടുണ്ട്. അതെ അതെ അതെ, മെറ്റീരിയലിലും വ്യത്യാസമുണ്ട്. ജോർജറ്റ് മെറ്റീരിയൽ. ഇതില് 2 എണ്ണം വെച്ചിട്ടുണ്ട് തോന്നുന്നു. അതിന്റെ ആണ് തോന്നുന്നു കട്ടി കൂടുതൽ തോന്നുന്നുണ്ട്. അല്ലല്ല, അതിന് ലൈനിങ് ഉണ്ട് അല്ലേ? ഇതില് കോട്ടന്റെ ലൈനിങ്ങും വെച്ചിട്ടുണ്ട്. ലൈനിങ് ഇല്ലാത്ത ഒരു കളിയില്ല. ഇല്ലല്ല, ലൈനിങ് ഇല്ലാത്ത ഒന്നുമില്ല. പിന്നെ സ്ലീവിലും ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ തന്നെ സെയിം കളർ ചാർട്ടാണ് ഈ കാണുന്ന ഓപ്ഷൻസ് കേട്ടോ. ഈ ഇതും ഗ്രീൻ തന്നെ, ഇതും ഗ്രീൻ തന്നെ. ഇത് കുറച്ച് ഡാർക്ക്, അത് കുറച്ച് ലൈറ്റ്. രണ്ടും ഗ്രീൻ തന്നെ അല്ലേ? അങ്ങനെ. പിന്നെ ഇനി ഉള്ളിൽ നിന്ന് ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കത്താവ. ഞങ്ങളെ ഉള്ളിലേക്ക് കയറ്റില്ലേ. ഇതേ ഉള്ളിൽ ഇവിടെ ഒളിച്ചിരിക്കുകയാണ് നിഷ അല്ലെ. നിഷ അവിടുന്ന് ഓരോന്ന് ഇങ്ങനെ തപ്പി നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന എംബ്രോയിഡറി ആണ്. ഇതാ സ്ലബിൽ അല്ലേ, ഫുൾ എംബ്രോയിഡറി വർക്ക്, ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അല്ലല്ല, മിഷൻ വർക്കാണ് ചെയ്തേക്കുന്നത്. മിഷൻ വർക്കാണോ? എനിക്ക് കാണുന്നില്ല, അത് കാരണമാണ്. ക്യാമറയിൽ നോക്കിയാലല്ലേ ഞാൻ തിരിച്ചു പിടിച്ചല്ലേ. ഇതിന്റെയും ഒരുപാട് കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഇത് മെറ്റീരിയൽ ഇത് സ്ലബ് കോട്ടണിൽ വരുന്നതാണ്. മിഷൻ എംബ്രോയിഡറി ആണത്. ഓക്കെ. അപ്പൊ ഇത് ഞങ്ങള് ഹാൻഡ് വർക്ക് ഉണ്ട്. ഈ ഹാൻഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ BBC എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ചെയ്യുന്ന ഹാൻഡ് വർക്കാണ്. സാധാരണ ചില ആൾക്കാർക്ക് ചെയ്യുന്ന ഹാൻഡ് വർക്ക് കളർ അളിപ്പോവും. ഞങ്ങളിത് ഒരിക്കലും കളർ അളിപ്പോവില്ല. ഞങ്ങൾ നല്ലൊരു ബ്രാൻഡിൽ മാത്രം ചെയ്യുന്ന ഹാൻഡ് വർക്കാണിത്. ചില കുറഞ്ഞ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അലക്കിന് തന്നെ ഈ കളറൊക്കെ വൈറ്റ് ആയിട്ട് വരും. ഞങ്ങളത് ബീഡ് വർക്കൊക്കെ വൈറ്റ് ആയിട്ട് പൊളിഞ്ഞിട്ട് പോരും. ഞങ്ങൾ പക്ഷേ വരില്ല. ഞങ്ങൾ BBC എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്. ആ ബ്രാൻഡിൽ ചെയ്യുന്ന ഹാൻഡ് വർക്കാണ് ഇതെല്ലാം. ക്വാളിറ്റി ഉണ്ട്. ഞങ്ങൾ ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസും ഇല്ല. നല്ല ക്വാളിറ്റിയിലാണ് എല്ലാം ചെയ്യുന്നത്. ഒരു 10 രൂപ കൂടിയാലും ക്വാളിറ്റിക്ക് ഇതില്ല. എന്ന് വെച്ചാൽ ഇതിന് സെയിം സംഭവം നിങ്ങൾക്ക് വേറെ സ്ഥലത്തും വില കുറച്ചിട്ട് കിട്ടും. ഞങ്ങൾ പക്ഷെ കുറഞ്ഞ രീതിയിലും അതായത് ക്വാളിറ്റി കുറച്ചിട്ട് ഞങ്ങൾ ചെയ്യാറില്ല, ഒരു സാധനം ചെയ്യാറില്ല. അപ്പൊ റേറ്റ് എവിടെയൊക്കെ കുറയണേന്ന് മനസ്സിലായി ഒരു കുർത്തിയുടെ? ഒന്നാമത്തെ നമ്മുടെ തുണിയുടെ ക്വാളിറ്റി, രണ്ടാമത്തെ ഈ ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ അതിൽ ഡിഫറൻസ് നമുക്ക് ചെയ്തെടുത്തിട്ട് റേറ്റ് കുറയ്ക്കാൻ പറ്റും, കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. പിന്നത്തെ സ്റ്റിച്ചിങ്ങിലും എന്ന് വെച്ചാൽ വലിയ കാണി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ചില ലൈനിങ് ഒക്കെ ഞങ്ങളൊക്കെ ഈ അറ്റം വരെ ലൈനിങ് ഇടും. ചില ആൾക്കാരൊക്കെ ലൈനിങ് അത്ര ഇടില്ല. യോക്കിന്റെ അവിടെ വരെ പകുതി മുക്കാൽ കണ്ട അറ്റം വരെ ലൈനിങ് ഇടുന്നതുകൊണ്ട് താഴെ വരെ കണ്ട ലൈനിങ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ചിലർ ഇത്ര വരെ ലൈനിങ് ഇടും. അപ്പോൾ അതിനൊക്കെയാണ് റേറ്റ് കുറഞ്ഞിട്ട് വരിക. അങ്ങനെ ചെറിയ മാറ്റങ്ങളാണ്. അതൊക്കെ ബിസിനസ് ട്രിക്കാണ്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു കോസ്റ്റിലേക്ക്. ഞങ്ങൾ ലോ ക്വാളിറ്റിയിലേക്ക് ഒരിക്കലും പോകാറില്ല. നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ് കൊടുക്കാനും നോക്കാം. കാരണം നമുക്ക് കസ്റ്റമർ പിന്നീട് വരേണ്ടതല്ലേ. ഒരു പ്രാവശ്യം വരേണ്ട കസ്റ്റമർ അല്ലല്ലോ, റിപ്പീറ്റ് വരണമല്ലോ നമുക്ക്. അതെ. അപ്പൊ അങ്ങനെയാണ് ഒരു കോസ്റ്റിന്റെ വ്യത്യാസങ്ങൾ വരുന്നത്. സെയിം തന്നെ നിങ്ങൾക്ക് കോപ്പി കിട്ടും. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം വന്ന് തൊട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ പറ്റും. കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നീട് എന്തായാലും നമ്മളടുത്ത് തന്നെ വരും അറിയാം. അതെ. അല്ലാണ്ട് ഈ വീഡിയോ കോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ കോസ്റ്റ് ഇവിടെ കുറവാണ്, അവിടെ കുറവാണ് മേടിക്കാം. മേടിച്ചു കഴിഞ്ഞിട്ട് അയ്യോ നെഞ്ചിട്ട് ഇങ്ങനെ അടിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഇങ്ങനെ വന്ന് തൊട്ട് ഫീൽ ചെയ്യേണ്ടി വരും കേട്ടോ. ഇതിന്റെ കളർ ഓപ്ഷൻസ് ഇത്രയും കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് കളർ ചേഞ്ച് വരുന്നത്. സിംഗിൾ എ ലൈൻ കുർത്തിയുടെ കാര്യമാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചത്. എംബ്രോയിഡറി തന്നെയാണ്. ഹാൻഡ് വർക്ക് ചെയ്ത കുറേ ഐറ്റംസ് ഞങ്ങൾക്ക് ഉണ്ട്. ഓണായതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാനല്ല. വിഷു ഓണായതുകൊണ്ട് തന്നെ ഓൺ പ്രൊഡക്ഷൻ അങ്ങനെ. ഞാൻ അപ്പോഴേക്കും ആൾക്ക് ഞാൻ ഇവിടെ ക്വാളിറ്റി എന്നല്ലതാ കേട്ടോ. ഇത് ജോർജറ്റിലായാലും ഒരു പരിപ്പരിപ്പുള്ള ജോർജറ്റ് വരുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, തൊട്ട് ഫീൽ ചെയ്യുമ്പോൾ അത് അറിയാൻ പറ്റുള്ളൂ. പരിപ്പരിപ്പുള്ള ജോർജറ്റും ഉണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇട്ടാ അറിയില്ല, അങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് എടുക്കും. പിന്നെ വർക്ക് നോക്കി നല്ല അടിപൊളി ഇങ്ങനെ വർക്ക് ഫുൾ ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ലൈനിങ് അടക്കം വരുന്നുണ്ട് കേട്ടോ. ഇതാ ഉള്ളിൽ ലൈനിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നമുക്ക് ദേഹത്തിൽ തൊടുമ്പോൾ തന്നെ അങ്ങനെ ഹാർഷാവില്ല, അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരില്ല. റിങ്കിൾ മെറ്റീരിയൽ വരുന്ന അടുത്ത ഒരു എ ലൈൻ കുർത്തിയാണ് കേട്ടോ. പ്രിൻസസ് കട്ടാണ് ഇത്. യോക്ക് വന്നിരിക്കണ പ്രിൻസ് കട്ടാണ്. നടുക്കില് ബട്ടന്റെ ഡീറ്റെയിലിംഗ് ഇത് അടിവരെ പോയിട്ടുണ്ട്. അപ്പൊ ഇത് നല്ല ഷേപ്പിൽ ഇങ്ങനെ കിടക്കും. അതിന്റെ കളർ ഓപ്ഷൻസ് കേട്ടോ. അടിപൊളി കളറുകളെല്ലാം. എല്ലാം ഫ്ലവേഴ്സ് മാത്രം പറഞ്ഞുള്ള ബേസ് വൈറ്റ് തന്നെയായിരിക്കും കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി മതി, അങ്ങോട്ട് തിരിഞ്ഞത് മതി. ഇനി കൂടുതലേ നമുക്ക് ലൊക്കേഷൻ പറയാം. ഇനി അവർ ആവശ്യമുള്ളവർ ഇങ്ങോട്ട് വരട്ടെ ഡയറക്റ്റ്. അതെ. കോഴിക്കോട് ഉള്ളത് പുതിയ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള തൊട്ടടുത്ത ബിൽഡിംഗ് ആണ് സെഞ്ചുറി മാള്. സെഞ്ചുറി മാളിൻ്റെ അടുത്ത് 2nd ഫ്ലോറിലാണ് ഞങ്ങൾ ദേവകന്യ എന്നുള്ള ഷോപ്പുള്ളത്. എറണാകുളത്തുള്ളത്
കോൺവെന്റ് ജംഗ്ഷനിൽ എമ്മന്റെ പാർക്കിംഗ് ഉണ്ട്, അതിന്റെ ഓപ്പോസിറ്റിലാണ് ദേവകന്യ എന്നുള്ള ഷോപ്പ് ഉള്ളത്. ഈ കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഇപ്പൊ റീസെന്റ് തുടങ്ങിയിട്ടുള്ള, പക്ഷെ ഇവർക്ക് 13 ഇയേഴ്സിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എറണാകുളത്ത് ആണെങ്കിൽ 13 ഇയേഴ്സിന്റെ 4 കൊല്ലാണ്, പക്ഷെ അതിന് മുന്നേ ഇവര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും വലിയ ഷോപ്പാണ്. യൂണിറ്റും കാര്യങ്ങളും അവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട്. 2 സ്ഥലത്തും ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു 8-9 യൂണിറ്റോടത്തോളം 9 ഒരെണ്ണം ഇവിടെയും 8 അവിടെയാണ്. അങ്ങനെയാണ് യൂണിറ്റും കാര്യങ്ങളും. ഓൺ പ്രൊഡക്ഷൻ ആണ്, ക്വാളിറ്റിക്ക് കോംപ്രമൈസ് ഇല്ല. നേരിട്ട് വന്ന് നോക്കി ഫീൽ ചെയ്താൽ പിന്നെ വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്. ഷോപ്പിന്റെ സമയം 9 to 7. അത് ഇവിടുത്തെ അവിടെയോ 9 to 7:30. അവിടെ കൂടുതലാണ്. പിന്നെ നമുക്ക് അനിയതനെ കാണണമെങ്കിൽ സാറ്റർഡേ സൺഡേ സൺഡേ മൺഡേ ഇവിടെ ഉണ്ടാവും. എല്ലാ മൺഡേ ഉണ്ടാവില്ല, ഞാൻ പർച്ചേസിൽ ഞാൻ തന്നെയാണ് പോവാറ്. അപ്പൊ മന്ത്ലി ഒരു പ്രാവശ്യം ഒരു 5 ദിവസം പർച്ചേസിലുണ്ടാവും. അപ്പൊ മൺഡേ മാക്സിമം ഇവിടെ വരാൻ നോക്കും. ബാക്കിയുള്ള ദിവസമൊക്കെ ഞാൻ കുർത്തീസ് കണ്ടാൽ മതി. അതിന് ഇവിടെ ആൾക്കാരുണ്ട് കുർത്തീസ് ഒക്കെ കാണിക്കാൻ. എവിടെ നമ്മുടെ നിഷ എന്തായാലും ഒക്കെ വെച്ചിട്ടുണ്ട്, നീ വെച്ചിട്ട്. അപ്പൊ ഇവര് രണ്ടുപേരാണ് മെയിൻ ആൾക്കാർ. അപ്പൊ കുർത്തീസ് കാണിക്കാൻ ഇവര് രണ്ടുപേരും എന്തായാലും ഉണ്ടാവും. അതിപ്പോ ഞാൻ ഓണർ ആയതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തിന്ന് മാത്രം. ആൾക്കും തിരക്കുണ്ട്. എറണാകുളത്ത് പോയാൽ മിക്കതും കാണാൻ പറ്റും. കോഴിക്കോട് വരാണെങ്കിൽ ഇവര് രണ്ടുപേരെയാണ് കാണാൻ പറ്റും. അപ്പൊ ഇത്രയൊക്കെ നല്ല നിങ്ങളെ ഹെൽപ്പ് ചെയ്തതിന് താങ്ക് യു ടാറ്റ കേട്ടോ. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ നമുക്ക് എവിടെ വെച്ച് കാണാം? എറണാകുളത്ത് കാണാം. അപ്പൊ എപ്പോഴെങ്കിലും നല്ല കളക്ഷൻസ് ഒക്കെ ആയിട്ട് ഇനി അടുത്തൊരു ഫെസ്റ്റിവലിന് നമുക്ക് കാണാം. അടുത്ത് വേണ്ട, കോഴിക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് കാണാം. അപ്പൊ നിങ്ങൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ കാണാം. ബൈ. താങ്ക് യു.